ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഡ്രാമ ഹബ്സ്. നമ്മളിന്ന് ഒരു ഫിലിപ്പീൻസ് റൊമാൻറ്റിക് കോമഡി ഡ്രാമയാണ് കാണാൻ പോകുന്നത്. ഗ്രാമത്തിൽ വളരെ കഷ്ടത്തിൽ ജീവിക്കുന്ന നമ്മുടെ ഹീറോയിൻ അവളുടെ കുടുംബത്തിലെ ചില പ്രശ്നങ്ങൾ കാരണം അമേരിക്കയിലേക്ക് പോകുന്നു. അവിടെയാണ് റൂഡ് ആൻഡ് ഹാൻസം ആയ നമ്മുടെ ഹീറോ ഉള്ളത്. പിന്നീട് അവരെങ്ങനെ കണ്ടുമുട്ടുന്നു, ഹീറോയിൻ എങ്ങനെയൊക്കെ ഹീറോയുടെ കയ്യിൽ പെട്ട് കഷ്ടപ്പെടാൻ പോകുന്നു എന്നതാണ് കഥ. സോ നമുക്ക് നേരെ തന്നെ വീഡിയോയിലേക്ക് പോയാലോ. ഡ്രാമയുടെ ഓപ്പണിംഗ് സീനിൽ തന്നെ വൈകുന്നേരം കുട്ടികൾ കളിക്കുന്ന ഗ്രാമമാണ് കാണിക്കുന്നത്. അതിലൊരു കുട്ടിയാണ് നമ്മുടെ ഹീറോയിൻ. ഹീറോയിനും കൂട്ടുകാരികളും കണ്ണുപൊത്തി കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ആരോ പിന്നിലൂടെ വന്ന് അവളെ പേടിപ്പിക്കുന്നുണ്ട്. നോക്കിയാല് ഹീറോയിന്റെ അച്ഛനായിരിക്കും അത്. എന്തിനാ അച്ഛൻ എന്നെ പേടിപ്പിച്ചതെന്ന് അവളും ക്യൂട്ടായിട്ട് വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേ അവിടേക്ക് ആരോ ഓട്ടോയിൽ വരുന്നുണ്ട്. ഇതാരെന്ന് നോക്കിയാല് ഇത് ഹീറോയിന്റെ അമ്മയായിരിക്കും. ഹീറോയിന് ഒരു ചേച്ചിയും കൂടിയുണ്ട്. അമ്മയെ കണ്ടതും ചേച്ചി സന്തോഷത്തിൽ ഓടിപ്പോയി ഹഗ് ചെയ്യുവാണ്. പക്ഷെ ഹീറോയിന്റെ മുഖത്ത് അത്ര സന്തോഷമൊന്നും കാണുന്നില്ല. ഇത് അമ്മയ്ക്ക് മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് അവളെയും തനിയെ വിളിച്ച് ഈവനിങ് കഴിക്കാനായിട്ട് വെളിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. ഇത്ര നാള് പുറംനാട്ടിലാണ് ജോലി ചെയ്തതുകൊണ്ട് അമ്മ കുറച്ച് ക്യാഷ് ഒക്കെ സമ്പാദിച്ചു വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു പ്രാവിനെ വാങ്ങി ഹീറോയിന്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറയും, പ്രാവ് അതിന് ഇഷ്ടപ്പെട്ട ആളുടെ അടുത്ത് നിന്ന് എത്ര ദൂരം പോയാലും അത് അയാളുടെ അടുത്തേക്ക് തന്നെ തിരികെ വരും. ആ പ്രാവിനെ പോലെ തന്നെയാണ് ഞാനും. എനിക്ക് ഇഷ്ടപ്പെട്ട എന്റെ മോളുടെ അടുത്ത് നിന്ന് ഞാൻ എത്ര ദൂരം പോയാലും ഞാൻ തിരികെ വരും. അതുമാത്രമല്ല, എന്റെ മോളെ ഞാൻ ജീവിക്കുന്ന നാട്ടിലേക്ക് കൊണ്ടുപോയി അവിടെ ഒരു പ്രിൻസസിനെ പോലെ നോക്കൂ എന്ന് അമ്മ അവളെ സമാധാനിപ്പിക്കുകയാണ്. അവള് ചെറിയ കുട്ടിയാണല്ലോ, അതുകൊണ്ട് പെട്ടെന്നൊന്നും സമാധാനപ്പെടുന്നില്ല. അമ്മയോടുള്ള സ്നേഹം കാരണം. അപ്പോ നിങ്ങൾ പിന്നെയും എന്നെ വിട്ട് ദൂരേക്ക് പോകുവാണോ എന്ന് ചോദിക്കും. അമ്മയും അവളെ കരയിക്കാൻ പാടില്ലെന്ന് കരുതി, ഇല്ല മോളെ, എന്റെ തങ്കക്കുടത്തിന് വേണ്ടി കുറച്ചു നാൾ ഞാൻ നിന്നിട്ട് പോകുള്ളൂ എന്ന് അമ്മ പറയാണ്. അങ്ങനെ കുറച്ച് നാളുകളും കടന്നുപോയി. എത്ര നാളെന്ന് കരുതിയ അമ്മ ഇങ്ങനെ നാട്ടിൽ വന്ന് നിൽക്കുന്നേ? ജീവിക്കാൻ പണം വേണ്ടത് കൊണ്ട് അമ്മ തിരികെ പോകാമെന്ന് തീരുമാനിക്കുകയാണ്. നമ്മുടെ ഹീറോയിന്റെ പേര് ലിയ എന്നാണ്. അവളെ കൊണ്ട് അമ്മയെ പിരിയാൻ പറ്റുന്നില്ല, അമ്മയ്ക്കും പിരിയാൻ തോന്നുന്നില്ല. പക്ഷെ വേറെ വഴിയില്ലല്ലോ എന്ന് വളരെ വിഷമത്തോടെ അമ്മ പോകുവാണ്. ഹീറോയിൻ അന്ന് ഒരുപാട് കരയുന്നുണ്ട്. ഇങ്ങനെ നാളുകൾ കടന്നു പോയി. അമ്മയെ ഓർത്ത് കരഞ്ഞുകൊണ്ടിരുന്ന ഹീറോയിൻ പെട്ടെന്ന് ഒരു നാൾ എഴുന്നേറ്റ് അമ്മ കൊടുത്ത പ്രാവിനെ നന്നായിട്ട് നോക്കാൻ തുടങ്ങി. അതിന്റെ കാലിൽ എന്ത് എഴുതി ഒന്ന് കെട്ടിവെക്കുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം ഹീറോയിൻ സ്കൂള് വിട്ട് വരുമ്പോ അച്ഛൻ രണ്ട് വലിയ പെട്ടികളുമായിട്ട് വരുന്നുണ്ട്. അമ്മ നമുക്ക് എന്തൊക്കെയോ അയച്ചു വിട്ടിട്ടുണ്ട് മക്കളെ എന്ന് പറഞ്ഞിട്ട്. വീട്ടിൽ ചെന്ന് തുറന്നു നോക്കിയാല് നിറയെ ഡ്രസ്സുകള്, ബുക്സുകള്, ചോക്ലേറ്റ്, കളർ പെൻസില് എന്ന നിറയെ ഗിഫ്റ്റുകൾ അമ്മ കൊടുത്തു വിട്ടിട്ടുണ്ട്. ഇതെല്ലാം കണ്ട് ഹീറോയിൻ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. പിറ്റേ ദിവസം ഹീറോയിൻ അമ്മയുമായിട്ട് ഫോണിൽ സംസാരിക്കാനായിട്ട് ട്രൈ ചെയ്യുവാണ്. പക്ഷെ ഗ്രാമത്തിൽ നിന്ന് USA കോൾ ചെയ്യാൻ നിറയെ ചിലവാകില്ലേ, അതുകൊണ്ട് പറ്റുന്നില്ല. അതുകൊണ്ട് അവൾക്ക് എന്തൊക്കെയോ അമ്മയോട് പറയാനുള്ളത് അതെല്ലാം ആ പ്രാവിനോട് പോയി സംസാരിക്കാൻ തുടങ്ങി. ഇങ്ങനെ ആ പ്രാവുമായിട്ട് ലിയ വളരെ അറ്റാച്ച്ഡ് ആകുന്നുണ്ട്. ഒരു ദിവസം ഹീറോയിൻ സ്കൂള് വിട്ടു വന്ന് നോക്കുമ്പോ പ്രാവിനെ കൂട്ടിൽ കാണുന്നില്ല. എവിടെ പോയെന്ന് വളരെ വിഷമിച്ച് കരഞ്ഞ് ഇത് അച്ഛനോട് പറയാനായിട്ട് ഓടി വീട്ടിലേക്ക് പോയാല് അവിടെ അച്ഛനും ചേച്ചിയും കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഒന്നും അറിയാതെ അവള് എന്താ അച്ഛ പ്രശ്നം എന്ന് ചോദിക്കും. അച്ഛൻ വളരെ കഷ്ടപ്പെട്ട് കരഞ്ഞുകൊണ്ടേ നമ്മുടെ അമ്മ ആക്സിഡന്റിൽ മരിച്ചു പോയെന്ന് പറയാണ്. ഇത് ഹീറോയിനെ കൊണ്ട് താങ്ങാനേ കഴിയുന്നില്ല. അവൾ അലറി കരയാൻ തുടങ്ങി. അടുത്ത ദിവസം അമ്മയെ അവസാനമായിട്ടൊന്ന് കാണാൻ കിട്ടുമോ എന്ന് നോക്കിയാല് അച്ഛൻ പറയും, അമ്മയുടെ ബോഡി നമുക്ക് കാണാൻ പറ്റില്ല മോളെ, അതിന് നിറയെ ക്യാഷ് വേണ്ടി വരും. അച്ഛന്റെ അടുത്ത് അത്രയും പണമില്ല. തീർച്ചയായിട്ടും ഒരു ദിവസം നിറയെ ക്യാഷ് ഉണ്ടാക്കി അമ്മയെ കാണാൻ പോകാമെന്ന് സമാധാനിപ്പിക്കുകയാണ്. ചെറിയ കുട്ടിയാണെങ്കിലും അവൾക്കത് മനസ്സിലാകുന്നുണ്ട്. ഇവിടെ പറന്നുപോയ ലിയയുടെ പ്രാവ് രണ്ട് ചെറിയ പയ്യന്മാരുടെ കയ്യിൽ കിട്ടുന്നുണ്ട്. അതിലൊരു പയ്യൻ അതിന് സൂപ്പ് വെച്ച് കുടിക്കാമെന്ന് പറയും. മറ്റൊരു പയ്യൻ ഒന്ന് ചുമ്മാ തിരടെ എന്ന് പറഞ്ഞ് അതിന്റെ കാലിൽ കെട്ടിവെച്ചിരിക്കുന്ന അഡ്രസ് കാണുന്നുണ്ട്. ഇതിന്റെ ഓണേഴ്സിന്റെ അടുത്ത് തന്നെ നമുക്ക് കൊണ്ടുപോയി ആക്കാമെന്ന് പറയാണ്. പക്ഷെ മറ്റേ പയ്യനാണെങ്കിൽ വിടുന്ന പോലെയില്ല. ഇല്ല, സൂപ്പ് ഉണ്ടാക്കി കഴിച്ചേ പറ്റുമെന്ന് പറഞ്ഞ് വാശി പിടിക്കുവാണ്. അതിനെ കൊല്ലാനായിട്ട് നോക്കുന്നുണ്ട്. ഈ നല്ല പയ്യനാണ് അവന്റെ അടുത്ത് നിന്ന് അതിനെ എങ്ങനെയോ സേവ് ചെയ്ത് നമ്മുടെ ലിയയുടെ അടുത്ത് തന്നെ കൊണ്ടുപോയി കൊടുക്കും. കട്ട് ചെയ്താല് ലിയ ഇപ്പൊ ജോലിക്ക് പോകുന്ന അത്രയും വലിയ പെണ്ണായിട്ട് വളർന്നു കഴിഞ്ഞു. ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞു. അച്ഛൻ മരുമകന്റെ കൂടെയാണ് വർക്ക് ചെയ്യുന്നത്. ഇങ്ങനെ ഇരിക്കെ ലിയയ്ക്ക് ഒരു ചാൻസ് കിട്ടുന്നുണ്ട് അമേരിക്കയിൽ നടക്കുന്ന സിംഗിങ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ. അവളുടെ അമ്മയെ കാണാൻ ഈ അവസരം മുതലാക്കാമെന്ന് കരുതി അവളും ചേരുന്നുണ്ട്. വിസയെല്ലാം തന്നെ റെഡിയാക്കി കഴിഞ്ഞു. സന്തോഷത്തിലേക്ക് വീട്ടിൽ വന്ന് ഞാൻ അമേരിക്കയിലേക്ക് പോകാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് വീട്ടിലും നാട്ടിലും എല്ലാം പറഞ്ഞ് അവൾ ആഘോഷിക്കുന്നുണ്ട്. രാത്രി ആയതും അമേരിക്കയിലേക്ക് പോകുന്ന സന്തോഷത്തില് പാക്കിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോ അവളുടെ അടുത്ത വീട്ടിലുള്ള ലവർ വരുന്നുണ്ട്. നീ പോകണ്ട, ഞാൻ വിസയ്ക്ക് അപ്ലൈ ചെയ്ത് നോക്കി നിന്റെ കൂടെ വരാൻ, പക്ഷെ വിസ റെഡി ആയില്ല. അതുകൊണ്ട് എനിക്ക് വിസ കിട്ടിയിട്ട് നമുക്ക് ഒന്നിച്ചു പോകാമെന്ന് അവൻ പറയും. ഇവൾക്ക് ഇത് കേട്ടതും ദേഷ്യം വരും. ചെറിയ വയസ്സ് മുതൽ അമേരിക്കയിലേക്ക് പോകണമെന്നായിരുന്നു അവളുടെ വലിയ സ്വപ്നം. അതുകൊണ്ട് എന്റെ ചെറിയ വയസ്സിലെ സ്വപ്നമാണിത്, നീ എന്താ ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് പറഞ്ഞ് അവൾ കരയാൻ തുടങ്ങി. പക്ഷെ
ബോയ് ഫ്രണ്ട് അത് മനസ്സിലാക്കാതെ നീ പോകണ്ട, പോയാൽ എന്റെ മുഖത്ത് പോലും നോക്കി പോകരുതെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് അവൻ പോയി കളയും. ഇത് ലിയയ്ക്ക് വളരെ പ്രഷറായി. കരഞ്ഞിട്ട് ചേച്ചിയുടെ അടുത്ത് വന്ന് പിറുപിറുക്കാൻ തുടങ്ങി. ചേച്ചി ഇത് കേട്ടിട്ട് നിന്റെ ആഗ്രഹങ്ങൾ അവൻ കാണാതെ അവന്റെ ആവശ്യങ്ങൾ മാത്രമേ ഇമ്പോർട്ടന്റ് ആയിട്ട് കാണുന്നുള്ളൂ. അവനെയാണോ നീ ലവ് ചെയ്യുന്നേ? എപ്പോഴേക്കും നിങ്ങൾ വഴക്കിടുന്നോ അപ്പോഴേക്ക് നീ ആയിരിക്കും സോറി ചോദിച്ച് കെഞ്ചി പോകുന്നേ. ഇങ്ങനെ നിനക്ക് വില തരാത്ത ഒരുത്തനെ നീ ലവ് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്കതിലൊന്നും പറയാൻ കഴിയില്ലെന്ന് ചേച്ചി പറയാണ്. ഹീറോയിന് എന്ത് ചെയ്യണമെന്ന് കൺഫ്യൂസ്ഡ് ആയി. നിറയെ ആലോചിച്ചവള് വേറെ വഴിയില്ലെന്ന് മനസ്സിലാക്കി രാവിലെ തന്നെ എല്ലാവരോടും ടാറ്റ ബൈ ബൈ പറഞ്ഞ് അമേരിക്കയിലേക്കും പോയി. ഗ്രാമത്തിൽ ജീവിച്ച പെണ്ണായതുകൊണ്ട് അവിടെ കാണുന്ന ചെറിയ ചെറിയ കാഴ്ചകൾ പോലും അവൾക്ക് വളരെ ക്യൂരിയോസിറ്റി തരുന്നുണ്ട്. അതുകൊണ്ട് ഇവളെ കൂട്ടിക്കൊണ്ടുവന്ന ചേച്ചിയോട് ചേച്ചി ഞാൻ ഇവിടെയൊക്കെ ഒന്ന് നടന്ന് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവൾ സ്ഥലം കാണാനായിട്ട് പോകുവാണ്. കാഴ്ചകളൊക്കെ കണ്ട് വളരെ സന്തോഷത്തില് പാട്ട് പാടി ഡാൻസ് ഒക്കെ കളിച്ചിട്ട് വന്നവള് ഐ ലവ് യു USA എന്ന് പറഞ്ഞിട്ട് ഒരു പയ്യന്റെ മേലെ ചെന്ന് ഇടിക്കുന്നുണ്ട്. അതും കിസ് ചെയ്യാൻ പോകുന്ന പോലെ ആകുന്നുണ്ട്. ഇവൾക്കെന്താ പ്രാന്താണോ? എന്നോട് എന്തിനാ ഐ ലവ് യു പറഞ്ഞ് മേലെ വന്ന് വീഴുന്നേ എന്ന പോലെയാണ് ആ പയ്യൻ ഷോക്കായിട്ട് നിൽക്കുന്നത്. ലിയ മേലെ വീണ ഗ്യാപ്പില് അവന്റെ ഹാൻസം ഫേസ് കണ്ട് മയങ്ങി നിന്ന് പോകുന്നുണ്ട്. നീ ഇപ്പൊ എന്താ പറഞ്ഞതെന്ന് ദേഷ്യത്തില് അവൻ ചോദിക്കുന്നുണ്ട്. അതും ഇംഗ്ലീഷിലായി. ലിയയ്ക്ക് അറിയാവുന്ന കുറച്ച് മുറി ഇംഗ്ലീഷ് വെച്ച് മനസ്സിലാക്കിയിട്ടേ ഞാൻ ഐ ലവ് യു USA എന്നാ പറഞ്ഞതെന്ന് അവള് പറയും. പക്ഷെ ഇവളെന്താ പറയുന്നത് അവന് മനസ്സിലാകുന്നില്ല. 4-5 അറിയാത്ത വാക്കിൽ ഇംഗ്ലീഷില് അവളെ വഴക്ക് പറയാൻ തുടങ്ങി. ലിയക്കാണെങ്കിലോ അവൻ പറയുന്ന ഒന്നും തന്നെ മനസ്സിലാകുന്നില്ലെങ്കിലും അവളോട് സംസാരിക്കുന്നതെന്ന് കരുതി അവനെ തന്നെ കണ്ണെടുക്കാതെ നോക്കി നിൽക്കാൻ തുടങ്ങി. ഇവൾക്ക് ഞാൻ പറയുന്ന ഒന്നും മനസ്സിലാകുന്നില്ലെന്ന് അവന് മനസ്സിലായി. അതുകൊണ്ട് അവനും വഴക്ക് പറഞ്ഞിട്ട് അവിടെ നിന്ന് നടന്നു പോകും. ലിയ ഒരു നിമിഷം സൈലന്റ് ആയിട്ട് നിന്നവള് ഇവിടെ ഇത്രയും ഹാൻസമായ ചെക്കുമാരൊക്കെ ഉണ്ടോ എന്ന് പറയുവാണ്. ഇല്ലില്ല, അവനെ കാണാൻ അത്രയൊന്നും ഇല്ലെന്ന് പറഞ്ഞിട്ട് നേരെ അവള് ഹോട്ടലിലേക്ക് കയറി പോകും. അവിടെ ഇവളുടെ കൂടെ വന്ന എല്ലാവരും ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. ഇവളും അവളുടെ കൂടെ പോയിരുന്ന് ഫുഡ് കഴിക്കാൻ തുടങ്ങി. കേക്ക് ഇല്ലെന്ന് കണ്ട് ഞാൻ വരുന്ന വഴിക്ക് കേക്ക് കണ്ടിരുന്നു, അത് പോയി എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് കേക്ക് എടുക്കാൻ പോയവള് പെട്ടെന്ന് എന്തോ കണ്ട് പേടിക്കുന്നുണ്ട്. നോക്കിയാൽ അത് നമ്മുടെ ഹീറോ ആയിരിക്കും. നമ്മുടെ ഹീറോ ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത് എന്നാണ് തോന്നുന്നത്. ഇവനെ കണ്ട വെപ്രാളത്തില് ഹീറോയിൻ അടുത്തു കൂടി പോയ വെയിറ്ററിന്റെ സൈഡ് പിടിച്ച് മറഞ്ഞു പറഞ്ഞ് രക്ഷപ്പെടാനായിട്ട് നോക്കുന്നുണ്ട്. ഈ പെൺകുട്ടി എന്തിന് എന്നെ തൊട്ടുരുമി വരുന്നതെന്നാണ് വെയിറ്റർ നോക്കുന്നത്. പിന്നീട് അവള് നിലത്ത് കിടന്ന് മുട്ടുകുത്തി ഇഴയാൻ തുടങ്ങി. അവള് നേരെ നോർമലായിട്ട് നടന്നു പോയെങ്കിൽ അവൻ ശ്രദ്ധിക്കില്ലായിരുന്നു. ഇവളാണെങ്കിൽ വെപ്രാളത്തിൽ അതും ഇതും കാട്ടിക്കൂട്ടി അവന്റെ കണ്ണിൽ തന്നെ പെടുത്തുന്നുണ്ട്. ഇവളവനെ സ്റ്റോക്ക് ചെയ്ത് വന്നതാണ് അവൻ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. ശല്യം എന്ന് പറഞ്ഞിട്ട് അവൻ മുഖം തിരിച്ചു പോയി കളയും. തൽക്കാലത്തേക്ക് രക്ഷപ്പെട്ടെന്ന് കരുതി ഇവള് ഷോക്കായിട്ട് നിൽക്കുമ്പോ കേക്ക് എടുക്കാൻ പോയി എവിടെ കേക്ക് കാണുന്നില്ലല്ലോ എന്ന് എല്ലാവരും ചോദിക്കും. അത് പിന്നെ കേക്ക് തീർന്നു പോയെന്ന് ഒരു വിധത്തില് അവളും എസ്കേപ്പ് ആയിരുന്നു ഫുഡ് കഴിക്കാൻ തുടങ്ങി. കട്ട് ചെയ്താല് രാത്രി ഇവിടെ ഗ്രാമത്തിലാണ് കാണിക്കുന്നത്. അജാന ബാഹു പോലത്തെ കുറെ മനുഷ്യർ വന്ന് ലിയ ലിയ എന്ന് പറഞ്ഞ് അലറി വിളിക്കുന്നുണ്ട്. ലിയയുടെ അച്ഛൻ എല്ലാത്തിനെയും കണ്ട് പേടിച്ച് ലിയ ഇവിടെ ഇല്ല എന്ന് സത്യം പറയും. ഇതവന്മാരും വിശ്വസിക്കുന്നില്ല. ലിയ ഇവിടെ തന്നെ കാണുമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് പാട്ട് വെച്ച് ഡാൻസ് കളിക്കാൻ തുടങ്ങി. പെട്ടെന്ന് അവന്മാരുടെ ഷർട്ടൊക്കെ ഊരി എറിഞ്ഞിട്ട് ഐ ലവ് യു ലിയ സോറി എന്ന് എഴുതിയ പോലെ നിറഞ്ഞു നിൽക്കുവാണ്. എന്നിട്ട് ആർക്കോ എൻട്രിക്ക് വഴി കൊടുക്കുന്നുണ്ട്. ആർക്കാടാ ഇത്ര ബിൽഡപ്പ് ഒക്കെ ഇട്ട് വഴി കൊടുക്കുന്നതെന്ന് നോക്കിയാല് നമ്മുടെ ഹീറോയിന്റെ എക്സ് ടോമി ഒരു കയ്യില് വലിയ ഫ്ലവേഴ്സും മറ്റൊരു കയ്യില് ടെഡി ബിയറും പിടിച്ച് മുട്ടുകുത്തി ഐ ലവ് യു ലിയ എന്ന് പറഞ്ഞ് പ്രൊപ്പോസ് ചെയ്യാൻ തുടങ്ങി. ഇത് കണ്ട് ടെൻഷനായി ലിയയുടെ ചേച്ചി എടാ പൊട്ട, അതല്ലേ പറഞ്ഞത് ലിയ ഇവിടെ ഇല്ലെന്ന്, അമേരിക്കയിലേക്ക് പോയെന്ന്, പിന്നെ എന്തിനാ ഇവിടെ വന്ന് ഇത്ര ഷോ കാണിക്കുന്നേ? സമാധാനത്തോടെ TV പോലും കാണാൻ സമ്മതിക്കില്ല കുട്ടി പിശാചികൾ എന്ന് പറഞ്ഞ് അവള് വായില് വരുന്നതൊക്കെ പറയാൻ തുടങ്ങി. ഇവൻ ഇത്രയും നാണം കെട്ട് നിൽക്കുന്നത് പോലും മൈൻഡ് ആക്കാതെ പിന്നെയും അവര് TV കാണാനായിട്ട് കേറിപ്പോയി. ഇവൻ ഇനി ഫീൽ ആകണ്ടെന്ന് കരുതി അച്ഛൻ വന്ന് 2 നല്ല വാക്കുകൾ പറയുമെന്ന് നോക്കിയാല് മോനെ നീ ഈ വിഷമത്തില് ചത്തൊന്നും കളഞ്ഞേക്കല്ലേടാ എന്ന് അവര് പോയിന്റ് കൊടുത്തിട്ട് പോവുകയാണ്. ഇവൻ ഇത് കേട്ട് വളരെ ടെൻഷൻ ആകുന്നുണ്ട്. ഫ്ലവേഴ്സും പാവയൊക്കെ വലിച്ചെറിഞ്ഞിട്ട് നേരെ അവൻ വീട്ടിലേക്ക് പോകുവാണ്. ഇവന്റെ അമ്മ USA-യിലാണ് ഉള്ളത്. അവരെ കോൾ ചെയ്തിട്ട് അമ്മ നിങ്ങൾ അമേരിക്കയിലല്ലേ ഉള്ളത്, അവിടെ എന്റെ ലവർ ഉണ്ട് ലിയ, അവളെ ഒന്ന് സേഫ് ആയിട്ട് നോക്കിക്കൊള്ളാമെന്ന് പറയാണ്. പിന്നെന്താ എന്റെ മരുമകളെ ഞാൻ നോക്കാതെ ഇരിക്കുമെന്ന് അവര് സമ്മതിക്കുന്നുണ്ട്. അടുത്ത ദിവസം രാവിലെ ടോമിയുടെ അമ്മയും ലിയയും മീറ്റ് ചെയ്യുവാണ്. ലിയയെ കണ്ടതും അമ്മയ്ക്ക് വളരെ ഇഷ്ടമായി. അവളെ അമേരിക്കയൊക്കെ ചുറ്റിക്കാണിക്കാമെന്ന് പറഞ്ഞ് സന്തോഷത്തിൽ കൂട്ടിക്കൊണ്ടു പോകുവാണ്. അമ്മയ്ക്കറിയില്ലല്ലോ ലിയയും ടോമിയും ബ്രേക്കപ്പ് ആയത്. അതുകൊണ്ട് എന്റെ മോൻ നല്ല കുട്ടിയാ കണ്ടുപിടിച്ചിരിക്കുന്നതെന്ന് അവർ വളരെ സന്തോഷത്തിൽ അവളോട് പറയാണ്. ഇവളും എന്താ
പറയണ്ടേന്ന് അറിയാതെ ടോമിയുമായിട്ട് ബ്രേക്കപ്പ് ചെയ്തത് പറയണോ വേണ്ടയോ എന്ന് ചിന്തിച്ച് അന്നത്തെ ദിവസമേ തീരാറായി. അങ്ങനെ അമ്മയെ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞയച്ചിട്ട് അവള് ബസ് കയറാനായിട്ട് നിൽക്കുമ്പോ ആരോ പെട്ടെന്ന് ഇവളെ മേലെ വന്ന് ഇടിച്ചിട്ട് പോകുന്നുണ്ട്. ആരാണെന്ന് നോക്കിയാല് നമ്മുടെ ഹീറോ. ഇനി കാണാനേ പാടില്ലെന്ന് വിചാരിച്ചതാണ്. ഇവൻ എന്തിനാ എന്റെ കൺമുമ്പിൽ തന്നെ വന്ന് വീഴുന്നതെന്ന് അവള് പെറുപിറുക്കാൻ തുടങ്ങി. ഹീറോയും ഇതൊന്നും ശ്രദ്ധിക്കാതെ നടന്നു വരുമ്പോ പെട്ടെന്ന് ആരോ വേതാളത്തെ പോലെ തോളിൽ കയറിയിരിക്കുന്നത് പോലെ അവന് തോന്നുന്നുണ്ട്. നോക്കിയാൽ അത് നമ്മുടെ ഹീറോയിനായിരിക്കും. ഹേയ് എന്തേ കാണിക്കുന്നേ, ഹേയ് മെന്റൽ മെന്റൽ താഴെ ഇറങ്ങെന്ന് പറഞ്ഞ് അവൻ വലിച്ച് അവളെ താഴെ ഇറക്കുന്നുണ്ട്. താഴെ ഇറങ്ങിയതും എന്റെ പേഴ്സ് തിരികെ താഴെ എന്ന് അവള് വെച്ചെടുക്കാൻ തുടങ്ങി. ഇവൻ വന്ന് ഇടിച്ചിട്ട് പോയതിൽ അവളുടെ പേഴ്സ് മിസ്സായെന്നാ തോന്നുന്നേ. ഇവനായിരിക്കും എടുത്തതെന്ന് കരുതിയാണ് ഇപ്പൊ ഇവള് വന്ന് ചോദിക്കുന്നേ. ഹീറോ ഭയങ്കര ദേഷ്യക്കാരനാണെന്നാ തോന്നുന്നേ. പെണ്ണാണെന്ന് പോലും നോക്കാതെ വേണമെങ്കിൽ അടിച്ചു വരെ കളയെന്നായി. എന്താടി നിനക്ക് വേണ്ടതെന്ന് അവൻ വളരെ ദേഷ്യത്തിൽ ചോദിച്ചതും ലിയോ ഒരു നിമിഷം പെട്ടെന്ന് ഭയന്ന് പോകുന്നുണ്ട്. എന്നാലും ചെറിയ ധൈര്യമൊക്കെ വരുത്തിയിട്ട് പതിഞ്ഞ സ്വരത്തില്, എന്റെ പേഴ്സ് ചേട്ടാ, അതില്ലെങ്കിൽ എന്റെ കയ്യിൽ ക്യാഷ് ഉണ്ടാകില്ല, പ്ലീസ് അത് തിരിച്ചതാ എന്ന് പറയുവാണ്. എക്സ്ക്യൂസ് മീ, എന്നെ കണ്ടാൽ എന്താ പിക് പോക്കറ്റ് ആയിട്ട് തോന്നുന്നുണ്ടോ? എന്റെ കയ്യിൽ ഒന്നുമില്ല പെങ്ങളെ എന്ന് പറഞ്ഞ് ഹീറോ ദേഷ്യത്തിൽ നടന്നു പോകും. ലിയ ദേഷ്യത്തിൽ ഇഡിയറ്റ് എന്ന് അവനെ വിളിക്കുവാണ്. ഇവരുടെ ഭാഷയിലാണ് അവള് പറഞ്ഞതും. പക്ഷെ പോയവൻ പെട്ടെന്ന് തിരിഞ്ഞു നടക്കാൻ തുടങ്ങി. ഇവൾക്ക് ചെറുതായിട്ട് പേടി വരാൻ തുടങ്ങി. ദൈവമേ, ഇനി ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം അവന് മനസ്സിലായോ എന്ന്. ഹീറോ പതിയെ വന്ന് നിന്ന് ഇഡിയറ്റ് എന്നാൽ എന്താണെന്ന് ഇംഗ്ലീഷിൽ ചോദിക്കും. പേടിച്ചു നിന്ന് അവള് പെട്ടെന്ന് ഇവൻ ആ ഭാഷ അറിയില്ലെന്ന് മനസ്സിലായതോടെ ഇംഗ്ലീഷിലെ ഇഡിയറ്റ് എന്ന് പറഞ്ഞാല് ഹാൻസം, അതായത് സുന്ദരനായ പയ്യനാണെന്നാ പറഞ്ഞെന്ന് പറയും. ഇവൻ അത് വിശ്വസിക്കുകയും ചെയ്യും. ഇവളൊരുമാതിരി നാണത്തോടെയൊക്കെ ചിരിക്കാൻ തുടങ്ങിയതും ഇവൻ ഇത് കണ്ടിട്ട്, ഓ അതാണോ നീ പറഞ്ഞത്, ശരി ഇനി എന്റെ കൺമുമ്പിൽ വന്നു പോകരുതെന്ന് പറഞ്ഞിട്ട് ഹീറോ തിരിഞ്ഞു നടന്നു പോകുവാണ്. അവനെ പറഞ്ഞു പറ്റിച്ച സന്തോഷത്തിൽ ചിരിച്ചിട്ട് സൈഡ് പോക്കറ്റിൽ കൈയിട്ട് നോക്കിയതും അതിലുണ്ടായിരുന്നു ഇവളുടെ പേഴ്സ്. അയ്യോ പാവം, വെറുതെ അവനെ തെറ്റിദ്ധരിച്ചല്ലോ എന്ന് പറഞ്ഞ് പേഴ്സ് കിട്ടിയ കാര്യം അവനോട് പറയാനായിട്ട് പോയതും പെട്ടെന്ന് അവള് നിന്നിട്ട്, വേണ്ട, ഇപ്പോഴാണ് വായ നിറച്ച് കേട്ടത്, ഇനി ചെന്നാലും ഞാൻ തന്നെ പാളത്തിൽ തല വെക്കുന്ന പോലെ ആകുമെന്ന് പറഞ്ഞിട്ട് ഒന്നും മിണ്ടാതെ സൈലന്റ് ആയിട്ട് ഹീറോയിനും തിരിഞ്ഞു പോകുവാണ്. ഹീറോ നേരെ അവന്റെ വീട്ടിൽ വന്ന് കുക്ക് ചെയ്യാനായിട്ട് തുടങ്ങി. പെട്ടെന്ന് കോളിംഗ് ബെൽ അടിക്കുന്നുണ്ട്. ആരാണെന്ന് ഡോർ ഓപ്പൺ ചെയ്ത് നോക്കിയാല് അത് നമ്മുടെ ടോമിയുടെ അമ്മയായിരിക്കും. ഇവരെന്തിനായിരിക്കും ഇവിടെ വന്നിട്ടുള്ളത്? ഇവര് തമ്മിൽ എന്താണ് ബന്ധമെന്ന് അറിയില്ല. ഹീറോ ടോമിയുടെ അമ്മയെ കണ്ടതും വളരെ ഹാപ്പി ആകുന്നുണ്ട്. അവന് വേണ്ടിയുള്ള ഫുഡുമായിട്ട് വന്നതായിരിക്കും അവര്. എത്ര നാള് നീ എന്നെ ഇങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും, ഒരു കല്യാണം കഴിക്കാൻ പറഞ്ഞാൽ കേൾക്കോ എന്ന് അവരവനെ വഴക്ക് പറയുന്നുണ്ട്. അതിനവനും, എത്ര തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഭക്ഷണം കൊണ്ടുവന്ന് കഷ്ടപ്പെടേണ്ടെന്ന്, അത് നിങ്ങളും കേൾക്കുന്നില്ലല്ലോ എന്ന് അവന് സ്നേഹത്തോടെ കളിയാക്കുന്നുണ്ട്. ഇവരിത് കേട്ട്, ശരി ശരി നിന്റെ തമാശ, വന്നിരുന്ന് ഫുഡ് കഴിക്കാൻ നോക്കട്ടെ എന്ന് പറയും. ടോമിയുടെ അമ്മയും ഹീറോയും തമ്മിൽ എന്താണ് ബന്ധമെന്ന് അറിയില്ല, അത് വഴിയെ നമുക്കറിയാം. നെക്സ്റ്റ് ഡേ ഹീറോ വർക്കിന് വരുമ്പോ ഇവന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഇവന്റെ ഫ്രണ്ട് വന്ന്, ഇന്നലെ കടത്തിന് ക്യാഷ് കൊടുക്കുന്ന നിറയെ പേര് നിന്നെ അന്വേഷിച്ചു വന്നിരുന്നു, നീ ഇവിടെ വർക്ക് ചെയ്യുന്നത് നിർത്തിയെന്ന് പറഞ്ഞ് ഞാൻ അവരെ പറഞ്ഞയച്ചിട്ടുണ്ട്, എന്തിനാണ് അവര് നിന്നെ തേടി വരുന്നതെന്ന് ഫ്രണ്ട് ചോദിക്കുവാണ്. ഇവനും ഫ്രണ്ട് അവരെ പറഞ്ഞു വിട്ടതിൽ കുറച്ച് ആശ്വാസമാകുന്നുണ്ട്. അത് കുറച്ച് ക്യാഷ് ഞാൻ കടം വാങ്ങിയിരുന്നു, ഇപ്പൊ അത് പലിശ കൂടി കുറച്ച് കൂടുതൽ എമൗണ്ട് ആയി, കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടാ ഞാൻ ഒളിഞ്ഞൊളിഞ്ഞ് നടക്കുന്നതെന്ന് അവൻ പറയും. ഫ്രണ്ട് ഇത് കേട്ടിട്ട്, എന്തായാലും അവന്മാരുടെ കയ്യിൽ കിട്ടിയാലും നിന്റെ ബാക്കി ഉണ്ടാവില്ല, വെള്ളത്തിൽ മുക്കിക്കൊല്ലണം, അങ്ങനെ ഇടിക്കണം ഇങ്ങനെ ഇടിക്കണം എന്ന് സിനിമ പഞ്ച് ഡയലോഗ് പോലെയാണ് പറഞ്ഞിട്ട് പോയത്. ഹീറോയ്ക്കും അറിയാം അവരുടെ കയ്യിൽ കിട്ടിയാൽ ഇടി ഉറപ്പാണെന്ന്. അതുകൊണ്ട് അറിയാടാ, ശരി ഞാൻ എത്രയും പെട്ടെന്ന് തിരിച്ചടയ്ക്കാൻ നോക്കാമെന്ന് പറഞ്ഞിട്ട് അവൻ വർക്ക് ചെയ്യാനായിട്ട് പോയി. അതേസമയം ലിയോയുടെ പാട്ട് കോമ്പറ്റീഷൻ ആണ് കാണിക്കുന്നത്. കോമ്പറ്റീഷനൊക്കെ നല്ല രീതിയിൽ കഴിഞ്ഞു പോകുന്നുണ്ട്. അവരുടെ ടീമിന് ഫസ്റ്റ് പ്രൈസ് അടിക്കാൻ പറ്റിയില്ലെങ്കിലും സെക്കൻഡ് പ്രൈസ് കിട്ടുന്നുണ്ട്. കുറച്ചു നേരത്തിനുള്ളിൽ കൂടെ വന്ന എല്ലാവരും ബാഗൊക്കെ പാക്ക് ചെയ്ത് തിരികെ വീട്ടിലേക്ക് പോയി. ഹീറോയിൻ, ഞാൻ എന്റെ അമ്മയെ കണ്ടിട്ട് വരാമെന്ന് അവരുടെ കൂടെ വന്ന് ചേച്ചിയോട് പറയാണ്. അവരും മനസ്സിലാക്കി, ശരി നിനക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും എന്നോട് ചോദിക്കണമെന്ന് പറഞ്ഞിട്ട് പോകും. ഇപ്പോ ഇവളെ കൂട്ടിക്കൊണ്ടു വന്ന ലേഡിയുടെ കൂടെയാണ് ഇത്ര നാൾ അവള് താമസിച്ചിരുന്നത്. ഇപ്പൊ അവരെ തിരികെ പോയത് കാരണം ഇവൾ ഒറ്റയ്ക്കായി. ആ സമയത്താണ് ടോമിയുടെ അമ്മ കോള് ചെയ്ത്, വാ മോളെ ചുമ്മാ കറങ്ങാൻ പോകാമെന്ന് പറഞ്ഞ് വിളിക്കുന്നത്. ഇവളും അവരുടെ സന്തോഷത്തിന് വിളിച്ച പ്ലേസിലെല്ലാം പോകുന്നുണ്ട്. എന്റെ മോനെ നിന്നെ കിട്ടിയത് ഭാഗ്യമാണെന്ന് പിന്നെയും ഇവളും ടോമിയും പിരിഞ്ഞതറിയാതെ അവർ പറഞ്ഞുകൊണ്ടേയിരിക്കുവാണ്. ഇനിയും പറയാതിരിക്കുന്നത് ശരിയല്ലെന്ന് അവൾക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാനും ടോമിയും ബ്രേക്കപ്പ് ആയ ആന്റി, പക്ഷെ ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആയിട്ടാണ് ഇപ്പോൾ ഉള്ളതെന്ന് ഹീറോയിൻ പറയും. പക്ഷെ അവന്റെ അമ്മ അത് കേട്ട് വിഷമിക്കാനോ ദേഷ്യപ്പെടാനോ നിൽക്കാതെ, ശരി ഫ്രണ്ടായിട്ടെങ്കിലും ഇരിക്കുന്നുണ്ടല്ലോ, അതിലെ വളരെ സന്തോഷം എന്ന് പറഞ്ഞിട്ടേ, സാരമില്ല മോളെ, നീ ഇപ്പൊ എന്റെ ഫ്രണ്ട് അല്ലേ, അതുകൊണ്ട് എന്ത് വേണമെങ്കിലും നിനക്ക് എന്നോട് ചോദിക്കാൻ പറയാമെന്ന് പറയും. ഹീറോയിൻ ഒന്ന് മടിച്ചിട്ട്, ഇപ്പൊ ഞാൻ ഇവിടെ തനിച്ചാണല്ലോ, അതുകൊണ്ട് ആദ്യം എനിക്കൊരു ജോലിക്ക് പോകണം, അടുത്ത് തന്നെ നല്ലൊരു വീട് നോക്കണമെന്ന് അവള് ഫീൽ
ആയിട്ട് പറയാണ്. അമ്മയെ ഇത് കേട്ട് ശരി എന്റെ കൂടെ വാ, നീ പെട്ടിയും എല്ലാം എടുത്തിട്ട് എന്റെ അടുത്തേക്ക് വാ എന്ന് പറഞ്ഞ് നേരെ അവളെ അവരുടെ വീട്ടിലേക്ക് തന്നെ കൂട്ടിക്കൊണ്ടുപോയി. വേറെ വീട് കിട്ടുന്നവരെ നിനക്ക് ഇവിടെ തന്നെ താമസിക്കാമെന്ന് അവർ പറയും. ഹീറോയിൻ ഇനി ഒരു ജോലി കൂടി വേണമല്ലോ. അവർ വർക്ക് ചെയ്യുന്ന പ്ലേസിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ക്ലീനിങ് ജോബൊക്കെ വാങ്ങി കൊടുക്കുന്നുണ്ട്. ക്യാഷിന് അത്രയും അത്യാവശ്യമുള്ളത് കൊണ്ട് ചെയ്തല്ലേ പറ്റുമെന്ന് ഹീറോയിനും വേഗം വേഗം ക്ലീനിങ് ഒക്കെ ചെയ്യാൻ തുടങ്ങി. ഒരു വഴിയെ ക്ലീനിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് റെസ്റ്റ് എടുക്കാനായിട്ട് റെസ്റ്റ് റൂമിലേക്ക് വന്നിരുന്നതും അടുത്ത ബാത്റൂമിൽ ഒരു കാല് കാണുന്നുണ്ട്. ഹീറോയിന് തനിയായതുകൊണ്ട് അവൾക്ക് പേടി വരാൻ തുടങ്ങി. എന്തായത് ഒരു ചെറിയ കുട്ടിയുടെ കാല് പോലെ, എന്താ എന്ന് പോയി നോക്കിയാൽ അവിടെ ആരെയും കാണുന്നില്ല. പേടിച്ചു പോയ ഹീറോയിൻ ഒരൊറ്റ ഓട്ടത്തിൽ പുറത്തെത്തി. പിന്നീട് അവള് ഒഴിഞ്ഞൊരു റൂമിൽ പോയി കിടന്ന് ഉറങ്ങാൻ തുടങ്ങി. നെക്സ്റ്റ് ഡേ പണി ഏൽപ്പിച്ചു കൊടുത്ത ആളും ടോമിയുടെ അമ്മയും വരുന്നുണ്ട്. അമ്മ ഏൽപ്പിച്ച ജോലിയുടെ പണം വാങ്ങി ലിയയ്ക്ക് കൊടുക്കുന്നുണ്ട്. ആദ്യ ശമ്പളം കയ്യിൽ കിട്ടിയപ്പോൾ അവൾക്ക് വളരെ സന്തോഷാകുവാണ്. ഇത് അമ്മയാണ് കോൺട്രാക്ട് എടുത്ത് തന്നതുകൊണ്ട് പകുതി പണം അവൾ അമ്മയ്ക്ക് കൊടുക്കുന്നുണ്ട്. അവരവളെ സ്വന്തം മകളെ പോലെയാണ് കാണുന്നത്. അതുകൊണ്ട് എനിക്ക് പണം വേണ്ട, നീ തന്നെ ചെലവിന് വച്ചോ എന്ന് പറഞ്ഞ് മനസ്സിലാക്കും. അവൾക്കത് കഷ്ടമായിട്ട് തോന്നുന്നുണ്ട്. ഇത്ര കഷ്ടപ്പെട്ട് എനിക്ക് ജോലിയൊക്കെ ഒപ്പിച്ച് തന്നിട്ട് നിങ്ങൾക്കും ഫാമിലിയൊക്കെ ഉള്ളതല്ലേ, ഇത് വേണ്ട എന്ന് പറയരുത്, പിടിക്കെന്ന് അത്രയും പറഞ്ഞതും അമ്മ പേരിന് കുറച്ച് പണം അതിൽ നിന്ന് എടുത്തിട്ട് ഇപ്പൊ നിനക്ക് സമാധാനമായോ എന്ന് ചോദിക്കും. അവളും സന്തോഷത്തിൽ ചിരിച്ചുകൊണ്ട് ക്യാഷ് നോക്കി നിന്നവള് പെട്ടെന്ന് കണ്ണു നിറയാൻ തുടങ്ങി. എന്റെ അമ്മയുടെ സ്വപ്നം ഞാൻ എന്തായാലും നിറവേറും. ഇവിടെ ഒരു ദിവസമെങ്കിലും ഒരു ദിവസം ഫാമിലി ആയിട്ട് ഇവിടെ അമേരിക്കയിൽ ജീവിക്കണം. കൂടെ എന്റെ അച്ഛനെയും ഇനി കഷ്ടപ്പെടാൻ ഞാൻ വിടില്ലെന്ന് അവൾ വളരെ ഫീൽ ചെയ്ത് പറഞ്ഞതും ടോമിയുടെ അമ്മ ഇവള് വിഷമിക്കുന്നത് മനസ്സിലാക്കി നിറയെ വർക്കുകളൊക്കെ പിന്നീട് വാങ്ങി കൊടുക്കുന്നുണ്ട്. അടുത്തത് ഹീറോയിൻ അവളുടെ അമ്മയുടെ കല്ലറ തേടി പോകുവാണ്. പക്ഷെ എവിടെയും അവർക്ക് അമ്മയുടെ കല്ലറ കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നില്ല. ടോമിയുടെ അമ്മ അവളുടെ അമ്മയോട് അവൾക്ക് എത്ര സ്നേഹമുണ്ടെന്ന് മനസ്സിലാക്കി അമേരിക്കയിൽ ഇങ്ങനെയുള്ള നിറയെ കല്ലറകളുണ്ട് മോളെ, അതുകൊണ്ട് നമുക്ക് ഓരോയിടത്തായിട്ട് ചെന്ന് നോക്കാം, ഇപ്പൊ നമുക്ക് ജോലിക്ക് പോകാം എന്ന് പറഞ്ഞതും അവൾ തീർച്ചയായിട്ടും അമ്മയുടെ കല്ലറ കണ്ടുപിടിച്ചേ തീരൂ എന്ന് പറഞ്ഞ് മനസ്സിൽ ഉറപ്പിച്ചിട്ട് ജോലിക്ക് പോകുവാണ്. ഇന്നത്തെ ആദ്യത്തെ ജോലി ഒരു ചെറിയ കുട്ടിയെ നോക്കുന്നതാണ്. അതാണെങ്കിലോ ഒരു നിമിഷം വായ അടയ്ക്കാതെ നിർത്താതെ അലറിക്കൊണ്ടിരിക്കുന്ന ഒരു സൈറൻ. ലിയയ്ക്കാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അവൾ അറിയാവുന്ന പോലെ കോപ്രായങ്ങളൊക്കെ കാട്ടി കൊച്ചിന്റെ കരച്ചിൽ നിർത്താനായിട്ട് നോക്കുന്നുണ്ട്. ഒരു മിനിറ്റ് സൈലന്റ് ആയ കൊച്ച് കൂടുതൽ ശക്തിയോടെ പിന്നെ അലറാൻ തുടങ്ങി. ഇവള് കഥ പറയാൻ തുടങ്ങിയതും അതും മത്സരിച്ച് കരയാൻ തുടങ്ങി. നമ്മുടെ ഹീറോയിൻ വളരെ കഷ്ടത്തിലാകുന്നുണ്ട്. അന്ന് നൈറ്റ് വീട്ടിലെത്തി അന്നത്തെ സമ്പാദിച്ച ക്യാഷ് ഒക്കെ എണ്ണി തിട്ടപ്പെടുത്തി വെക്കുവാണ്. ഇങ്ങനെ ചേർത്ത് ചേർത്ത് വെച്ചാല് അമ്മയുടെ സ്വപ്നം നിറവേറാൻ പറ്റും. പക്ഷെ എനിക്ക് നിറയെ റൂൾസ് കൊണ്ടുവരണം. ഇനി പുറത്തു നിന്ന് ഫുഡ് കഴിക്കാനേ പാടില്ല, തനിയെ നമുക്ക് തന്നെ കുക്ക് ചെയ്ത് കഴിക്കാലോ, ടാക്സിയിൽ ഇനി കാലെടുത്ത് വെക്കാനേ പാടില്ല. അങ്ങനെ ക്യാഷ് നിറയെ ചിലവാകുന്നതെല്ലാം മാറ്റി വളരെ ചിലവ് ചുരുക്കി ജീവിക്കണമെന്ന് അവൾ തീരുമാനിക്കും. നെക്സ്റ്റ് ഡേ വേറൊരു കുട്ടിയെ നോക്കാനായിട്ട് പോകുന്നുണ്ട്. ആ കുഞ്ഞിനെ ഫീഡ് ചെയ്യാനായിട്ട് പോകുമ്പോ ആ കുഞ്ഞും വളരെ പാവമാണെന്നാ തോന്നുന്നേ. പക്ഷെ കൂടെ വേറൊരു കുട്ടി പിശാചുണ്ട്. തിന്നാൻ കൊടുത്തിരുന്ന ഫുഡ് എടുത്ത് സൈലന്റ് ആയിട്ടിരുന്ന ആ ചെറിയ കുട്ടിയുടെ മുഖത്തെടുത്ത് എറിയുവാണ്. അങ്ങനെ എറിഞ്ഞെറിഞ്ഞ് കളിക്കാൻ തുടങ്ങിയതും ചെറിയ കുട്ടിയുടെ കൈയും ചുമ്മാതിരിക്കോ അതും എടുത്ത് എറിയാൻ തുടങ്ങി. അങ്ങനെ രണ്ടുപേരുടെ ഇടയിൽ പെട്ട് നമ്മുടെ ഹീറോയിൻ ആകെ ഒരു വഴിയാകുന്നുണ്ട്. നെക്സ്റ്റ് ഒരു വയസ്സായ അമേരിക്കൻ ലേഡിയെ നോക്കാനായിട്ടാണ് പോകുന്നത്. അവര് വളരെ റൂഡായിട്ടാണ് നമ്മുടെ ഹീറോയിനോട് ബിഹേവ് ചെയ്യുന്നത്. ഇവള് മരുന്ന് കൊടുക്കാനായിട്ട് പോയതും ആ ലേഡി ഇവളെ പിടിച്ചടിച്ചിട്ടേ വേണ്ട എന്ന് പറഞ്ഞ് അവളെ തട്ടിക്കളയാണ്. പക്ഷെ ഹീറോയിൻ എങ്ങനെയോ അടക്കി പിടിച്ച് കിടത്തി അവരെ കൊണ്ട് മരുന്ന് മുഴുവനും കഴിപ്പിക്കുന്നുണ്ട്. അടുത്തത് ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞ് എഴുന്നേൽക്കാൻ പറ്റാതെ കഷ്ടപ്പെട്ടതും ലിയ പാവം അവരെ വന്ന് പിടിച്ചെഴുന്നേൽപ്പിച്ച് ഹെൽപ്പ് ചെയ്യുന്നതിനുള്ളില് അവരവിടെ തന്നെ മൂത്രമൊഴിച്ചു കളയും. എന്നിട്ട് ഇംഗ്ലീഷിൽ 4 തെറിയും അവളെ നോക്കി പറയും. വേറെ വഴിയില്ലാതെ അവളും കരഞ്ഞുകൊണ്ടേ അതൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ട്. ആ അവസ്ഥയില് നമ്മൾക്ക് എങ്ങനെയായിരിക്കും ഫീൽ ചെയ്യുന്നത്, അതേപോലെ വളരെ കഷ്ടമാകുന്നുണ്ട് ഹീറോയിനും. വീട്ടിലേക്ക് വന്നതും നമ്മുടെ അമ്മയും ഇങ്ങനെയായിരിക്കും കഷ്ടപ്പെട്ടിട്ടുള്ളത്. എത്ര കഴിയുന്നോ അത്ര സമ്പാദിച്ച് അമ്മ കഷ്ടപ്പെട്ടതൊന്നും വെറുതെ ആകാൻ പാടില്ല. ഇവിടെ സന്തോഷത്തോടെ ജീവിക്കുന്ന പോലെ ക്യാഷ് സമ്പാദിക്കണം എന്ന് അവളും മനസ്സിൽ ഉറപ്പിക്കുവാണ്. അന്ന് ടോമിയുടെ അമ്മ വീട്ടിലേക്ക് വന്നതും നിന്റെ കാർഡ് കുറച്ച് നാളിനുള്ളിൽ എക്സ്പയർ ആകാൻ പോകുവാണ്, അതുകൊണ്ട് നീ ഉടനെ ഗ്രീൻ കാർഡ് എടുക്കണം, ഇല്ലെങ്കിൽ നീ തിരികെ നാട്ടിലേക്ക് പോകേണ്ടി വരും. പക്ഷെ ആ കാർഡ് കിട്ടണമെങ്കിൽ നീ ഒരു കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞതും ഇത് കേട്ട ഇവള് മൂഡ് ഓഫ് ആകുന്നത് കണ്ട് ഇവിടെ ജീവിക്കാൻ ഞാനും ഒരു കല്യാണം കഴിച്ചിരുന്നതാ, ഇവിടെയുള്ള ഒരു കല്യാണം ചെയ്താലേ സിറ്റിസൺ ഗ്രീൻ കാർഡ് കിട്ടൂ എന്ന് പറയുവാണ്. ഇത് കേട്ട ഹീറോയിൻ ഷോക്കായി. അയ്യോ കല്യാണോ, വീട്ടിലറിഞ്ഞാല് പ്രശ്നാകും, അത് പറ്റില്ല ആന്റി എന്ന് പറയാണ്. ഇല്ല മോളെ, ഗ്രീൻ കാർഡ് കിട്ടിയതും അവനെ ഡൈവോഴ്സ് ചെയ്ത് നീ ആരോ അവനാരോ എന്ന് കരുതി ജീവിക്കാൻ തുടങ്ങാം. ഇത് വെറും ഒരു അഡ്ജസ്റ്റ്മെന്റ് കല്യാണമാണെന്ന് അവളെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് നോക്കുന്നുണ്ട്. ഇവളും വേറെ വഴിയില്ലാതെ കല്യാണം കഴിക്കാമെന്ന് സമ്മതിക്കും. നമ്മുടെ നാട്ടിലെ ആധാർ കാർഡ് എത്ര മുഖ്യമാണോ അതേപോലെ അവരുടെ നാട്ടിലെ ഗ്രീൻ കാർഡ്. സോ ഗ്രീൻ കാർഡ് കിട്ടുന്നവരെ കുറച്ച് ക്യാഷ് അധികം സമ്പാദിക്കാമെന്ന് കരുതി കിട്ടുന്ന ജോലിയെല്ലാം അന്വേഷിച്ച് ഒരിടത്ത് വന്നതും അവിടെ ഉണ്ടായിരുന്ന ഒരു കിളവൻ ഒരു ചെറിയ ഡ്രസ്സ് എറിഞ്ഞു കൊടുത്തിട്ട് ഈ ഡ്രസ്സ് ഇട്ടിട്ട് നീ ഡാൻസ് കളിക്കണം, എന്നാലേ നിന്റെ
നെക്സ്റ്റ് ബാറിലേക്കെല്ലാം സെലക്ട് ചെയ്യൂ, നിനക്ക് നിറയെ ക്യാഷും കിട്ടുമെന്ന് പറഞ്ഞതും ഹീറോയിൻ ഇത് കേട്ട് കലിയായി. ആ ഡ്രസ്സ് അയാളുടെ മുഖത്ത് വലിച്ചെറിഞ്ഞിട്ട് ദേഷ്യത്തിൽ അവള് പെറുപെറുത്തിട്ട് വീട്ടിലേക്ക് നടന്നു പോകുവാണ്. ഇവിടെ ഹീറോ ടോമിയുടെ അമ്മയെ കാണാൻ വേണ്ടി അവരുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. അമ്മയും കുറച്ചു നേരം വെയിറ്റ് ചെയ്യടാ, ലിയോ ഇപ്പൊ വരും, കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യിപ്പിക്കുവാണ്. അവനും കുറെ നേരം വെയിറ്റ് ചെയ്യുന്നുണ്ട്, ലിയയെ കാണുന്നില്ല. വർക്കുണ്ടമ്മേ, പിന്നീട് ഒരിക്കലും കാണാമെന്ന് പറഞ്ഞിട്ട് അവൻ ഇറങ്ങിപ്പോകും. ഇവിടെ ലിയ ആണെങ്കിൽ അതേസമയം ശോകത്തിൽ വീട്ടിലേക്ക് നടന്നു വന്നുകൊണ്ടിരിക്കുവായിരിക്കും. മുകളിലത്തെ നിലയിൽ താമസിക്കുന്നവര് വേസ്റ്റ് വെള്ളം താഴേക്ക് കൊട്ടിയതും അത് നേരെ ഇവളുടെ തലയിലാണ് വന്ന് വീഴുന്നത്. ഓൾറെഡി ദേഷ്യത്തിലായിരുന്ന അവള് കൂടുതൽ ടെൻഷനായി നല്ല തെറി പറയാൻ തുടങ്ങി. ആ സമയത്താണ് ഒരുത്തൻ വന്ന് അവളെ കൂട്ടിയിടിക്കുന്നത്. നോക്കിയാൽ പിന്നെയും നമ്മുടെ ഹീറോ. ഈശ്വരൻ, ഞാൻ ആരെയാ ഇന്ന് കണി കണ്ടത്? ഇന്ന് നിന്നെ കാണണമെന്നായിരുന്നു എന്റെ വിധി. ഏത് കുഴിയിൽ നിന്നാ നീ എണീറ്റ് വന്നിരിക്കുന്നേ? എന്ത് നാറ്റാ അത്? എന്റെ ഡ്രസ്സ് മുഴുക്കി നാശാക്കി. നിന്നെ നിർത്തി കത്തിക്കണ്ടെങ്കിൽ എന്റെ മുമ്പിൽ നിന്ന് പോയേക്കെന്ന് പറഞ്ഞ് അവൻ നിർത്താതെ വായിൽ വന്നതൊക്കെ പറഞ്ഞിട്ട് നടന്നു പോകുവാണ്. വായടഞ്ഞു പോയ ഹീറോയിനും സൈലന്റ് ആയി വീട്ടിലേക്ക് വരുന്നുണ്ട്. കുളിച്ച് കുറച്ചു നേരം റിലാക്സ് ആയിട്ട് റെസ്റ്റ് എടുക്കാമെന്ന് വന്നാല് ടോമിയോട് അമ്മ വന്ന് പിന്നെയും പ്രഷർ കയറ്റുന്ന പോലെ, ഒരു സുന്ദരൻ പയ്യൻ നിന്നെ കാണാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു, നീയാ വെറുതെ മിസ്സാക്കിയതെന്ന് പറയും. ഇവളത് കേട്ടിട്ട് ചുമ്മാ ഇരി ആന്റി, ഇന്ന് എന്റെ ദിവസമേ ശരിയായില്ലെന്ന് പറഞ്ഞ് അവൾ പെറുപെറുത്തിട്ടേ കിടന്നുറങ്ങാൻ തുടങ്ങി. പിറ്റേ ദിവസം രാവിലെ അമ്മ വന്ന്, നിനക്കുള്ള പയ്യന്മാര് റെഡിയാണെന്ന് ഏജൻസിക്കാർ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് മോളെ, വാ നമുക്ക് പോകാമെന്ന് പറഞ്ഞ് ഒരു ഏജൻസിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവരും കല്യാണം കഴിക്കാൻ റെഡി ആയിട്ട് നിൽക്കുന്ന പയ്യന്മാരുടെ ലിസ്റ്റ് കൊടുത്ത് ഓരോരുത്തരായിട്ട് വിളിക്കാൻ തുടങ്ങി. പക്ഷെ വരുന്നതൊക്കെ തട്ടിപ്പോകാൻ റെഡി ആയിട്ട് നിൽക്കുന്ന തൈക്കിളവന്മാര്. ഒരാള് ചുമച്ച് ചുമച്ച് ഇപ്പോഴേ കാറ്റ് പോകുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത്. അടുത്തത് വന്നിരിക്കുന്നത് ഒരു സൈക്കോ. നീ എന്നെ കെട്ടിയില്ലെങ്കിൽ നിന്നെ തട്ടിയിട്ട് ഞാൻ വേറെ കെട്ടുമെന്ന് പറഞ്ഞ് തോക്ക് കാട്ടിയൊക്കെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അയ്യോ, എന്റെ ഒരു കല്യാണം കൊണ്ട് എന്റെ കാറ്റ് പോകുമെന്ന് ഹീറോയിൻ കരയാൻ തുടങ്ങിയതും അമ്മ എഴുന്നേറ്റ് പോയി അയാളെ അടിച്ച് ഓടിച്ചു വിടും. അടുത്തത് ഒരു കിളവൻ. ലിയെ ഇപ്പോ തന്നെ കെട്ടാൻ മുട്ടി നിൽക്കുന്ന പോലെ. അയാളുടെ നോട്ടമേ ശരിയല്ല. കിളവ എഴുന്നേറ്റ് പോയില്ലെങ്കിൽ അടിച്ച് പല്ല് കൊഴിക്കുമെന്ന് പറഞ്ഞിട്ട് അമ്മ അയാളെ അടിച്ച് ഓടിച്ചു വിടുവാണ്. മോളെ, ഇത് ശരിയാവുമെന്ന് തോന്നുന്നില്ല, നമുക്ക് ഈ പരിപാടി ഇവിടെ വെച്ച് നിർത്തുന്നതാണെന്ന് പറഞ്ഞ് ചിന്തിച്ചവര് പെട്ടെന്ന് എന്താ ചിന്തിച്ചെന്ന് അറിയില്ല, സന്തോഷത്തോടെ ചിരിച്ചിട്ടേ, ഇന്ന് നൈറ്റ് നിനക്ക് പറ്റിയ പയ്യനെ ഞാൻ കാണിച്ചു തരാം, എനിക്കവൻ എന്റെ മോനെ പോലെ തന്നെയാണ്. ലിയോയോട് പയ്യനെ കുറിച്ച് നല്ല പൊക്കിയൊക്കെ പറയുന്നുണ്ട്. ഇപ്പോ രാത്രിയായി ലിയോ ഒരുങ്ങിക്കൊണ്ടിരിക്കുവായിരിക്കും. ലിയോ ഇറങ്ങി വാ, കാലത്ത് ഞാൻ പറഞ്ഞ പയ്യൻ വന്നിട്ടുണ്ടെന്ന് വിളിച്ചതും ഇവളും നെർവസ് ആയി മുടിയൊക്കെ ഒതുക്കി വെച്ച് സുന്ദരിയായിട്ട് വളരെ ക്യൂരിയസ് ആയിട്ട് ഇറങ്ങി വന്ന് നോക്കിയാല് ദേ നമ്മുടെ ഹീറോ നിൽക്കുന്നു. അവനെ കണ്ടത് ലിയയ്ക്ക് ദേഷ്യം തലയിൽ കയറി വന്ന് നിൽക്കുന്നുണ്ട്. ഈ നാട് വിട്ട് ഓടേണ്ടി വന്നാലും ഞാൻ ഓടും, എന്നാലും ഇവന് കഴുത്ത് നീട്ടുന്ന പ്രശ്നമേ ഇല്ലെന്ന് അവള് പറയും. ഹീറോ അത് കേട്ട് ടെൻഷനായി, നീ എന്നെ വേണ്ട എന്ന് പറയുന്നതിന് മുമ്പ് ഞാൻ നിന്നെ വേണ്ട എന്ന് പറഞ്ഞിരിക്കും. അമ്മേ, ഞാൻ പിച്ചയെടുത്ത് ജീവിച്ചാലും ഈ പിച്ചക്കാരിയെ കല്യാണം കഴിക്കാൻ എനിക്ക് പറ്റില്ലെന്ന് ഹീറോ പറയാണ്. ഇത് കേട്ട അമ്മ ഷോക്കായി, എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് പോലെ രണ്ടിനോടും വഴക്ക് നിർത്തി സമാധാനത്തോടെ സംസാരിക്കാമെന്ന് ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷെ രണ്ടുപേരും അടങ്ങുന്ന പോലെയില്ല. ഹീറോയുടെ അമ്മ ഫിലിപ്പീൻസും അച്ഛൻ അമേരിക്കനുമാണ്. അതുകൊണ്ട് അവൻ അമേരിക്കൻ സിറ്റിസൺ ആയി. ഹീറോയോട് ടോമിയുടെ അമ്മ എത്ര പറഞ്ഞിട്ടും ഇവളെ കല്യാണം കഴിക്കാൻ ഞാൻ തയ്യാറല്ലെന്ന് പറഞ്ഞിട്ട് അവൻ ഇറങ്ങിപ്പോയി. നെക്സ്റ്റ് ഡേ ടോമിയുടെ അമ്മ വീൽ ചെയറിൽ വരുന്ന ഒരു കിളവന്റെ അടുത്ത് കൊണ്ടുപോയിട്ട്, ഇവരാണ് എനിക്ക് ഒരു വർഷം ഹസ്ബൻഡ് ആയിട്ടിരുന്ന് ഗ്രീൻ കാർഡ് വാങ്ങി തന്നത്, അതേപോലെ നിനക്കും ഒരു വർഷം ഹസ്ബൻഡ് ആയിട്ടിരുന്ന് കാർഡ് വാങ്ങി തരുമെന്ന് പറഞ്ഞ് എല്ലാം സംസാരിച്ച് സെറ്റാക്കി അവരെ തിരികെ പറഞ്ഞു വിട്ടതും അവര് പോയ വഴി തന്നെ ഇടിഞ്ഞു താഴെ വീണ് അപ്പോഴേ പാതി കാറ്റ് പോയി മേലേക്ക് എടുക്കേണ്ട പോലെ ആയിട്ടുണ്ട്. ഇപ്പോൾ ലിയയ്ക്കും ടോമിയുടെ അമ്മയ്ക്കും ഇനി എവിടെ പോയി വേറെ പയ്യനെ തേടും, എന്താണ് ചെയ്യേണ്ടതെന്ന് കൺഫ്യൂസ്ഡ് ആകുന്നുണ്ട്. അതേപോലെ ഇവിടെ ഹീറോ വർക്ക് കഴിഞ്ഞ് തിരികെ വരുമ്പോ അവന് ചില ഗുണ്ടകൾ വന്ന് അറ്റാക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇവരുടെ കയ്യിൽ നിന്നാണ് അവൻ പണം വാങ്ങിയിരുന്നത്. ഇപ്പോ തിരിച്ചു കിട്ടാതായപ്പോ മറിഞ്ഞിരുന്ന് പിടിച്ചടിച്ച് അവന്റെ കയ്യിൽ നിന്ന് വാങ്ങിയെടുക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഹീറോയും ഞാൻ എങ്ങനെയെങ്കിലും കടം തിരിച്ചു തരാം, പ്ലീസ് എന്നെ ഒന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞ് തിരിച്ചടിച്ച് അവന്മാരെ നിലത്തിട്ടിട്ട് അവൻ ഓടിക്കളയും. വീട്ടിലേക്ക് വന്നതും അവൻ ചിന്തിക്കുവാണ്, ലിയയെ എന്തുകൊണ്ട് കല്യാണം കഴിച്ചുകൂടാ? ടോമിയുടെ അമ്മയും എനിക്ക് വേണ്ടി നിറയെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് അവന്റെ ചെറിയ വയസ്സിൽ നടന്നതൊക്കെ അവൻ ഓർക്കാൻ തുടങ്ങി. അപ്പൊ അവൻ അമ്മയുടെ കൂടെ അവന്റെ അച്ഛനെ കാണാനായിട്ട് വരുന്നുണ്ട്. പക്ഷെ അച്ഛൻ ഇവരോട് എത്ര ക്യാഷ് വേണമെന്നാണ് ചോദിക്കുന്നത്. ഞാൻ നിങ്ങളോട് എന്തിനു ക്യാഷ് ചോദിക്കണം, കാണാൻ വേണ്ടിയാണ് ഞാൻ വന്നത്, മോനും നിങ്ങളെ കാണണമെന്നുണ്ടായിരുന്നു എന്ന് പറയും. അപ്പോ കുട്ടി ഹീറോയും, അതേ പപ്പ, എന്താ ഇത്ര നാളെ എന്നെ കാണാൻ വരാതിരുന്നതെന്ന് സ്നേഹത്തോടെ ചോദിക്കുവാണ്. അതിന് അവര് ദേഷ്യപ്പെട്ടിട്ട് അമ്മയോട് ചോദിക്കും, എന്നെ അച്ഛാന്ന് വിളിക്കാൻ നിന്നോട് ആരാ പറഞ്ഞത്? ഞാനൊന്നും ഇവന്റെ അച്ഛനല്ല, എനിക്കിപ്പോ ഒരു ഫാമിലി ഉണ്ട്, പ്ലീസ് ദയവ് ചെയ്ത് പോയെന്ന് പറഞ്ഞ് അവരെ പറഞ്ഞയക്കാൻ നോക്കുവാണ്. സ്വന്തം അച്ഛൻ തന്നെ അവനെ മകനല്ലെന്ന് പറഞ്ഞതും ഇത് അവന് കേട്ട് വളരെ ഫീൽ ആകുന്നുണ്ട്. അയാളുടെ ഇപ്പോഴുള്ള മകൻ വന്ന് ഇതെല്ലാം ആരാ അച്ഛ എന്ന് ചോദിച്ചാല് അയാൾക്ക്
അറിയാത്ത പോലെ വഴി ചോദിച്ചു വന്നതായിരിക്കും, എനിക്കറിയില്ലെന്ന് പറഞ്ഞ് ഇവരെ പറഞ്ഞയക്കും. ഹീറോയുടെ അമ്മയുടെ ഫ്രണ്ടാണ് ടോമിയുടെ അമ്മ. അവരിതെല്ലാം പറഞ്ഞ് അവൻ നിനക്കൊരു കുഞ്ഞിനെ തന്നിട്ട് വേറെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കുന്നു, അവൻ ഒരു കാലത്തും ഗുണം പിടിക്കില്ലെന്ന് വായിൽ വന്ന തെറിയൊക്കെ പറയാൻ തുടങ്ങി. ടോമിയുടെ അമ്മ ഹീറോയുടെ അമ്മയെ ഒരു വിധത്തിൽ പറഞ്ഞ് ആശ്വസിപ്പിച്ചിട്ട് അവിടെ നിന്ന് പോകുവാണ്. അവര് പോയതും പെട്ടെന്ന് അവന്റെ അമ്മ നിർത്താതെ ചുമക്കാൻ തുടങ്ങി. ചുമച്ച് ഒരു ഘട്ടത്തില് മയങ്ങി താഴെ വീഴുന്നുണ്ട്. ഇവനും കരഞ്ഞുകൊണ്ടേ അമ്മ അമ്മ എന്ന് കുലുക്കി വിളിക്കും. പക്ഷെ അമ്മ എഴുന്നേൽക്കുന്ന പോലെയില്ല. വേഗം തന്നെ അവൻ ടോമിയുടെ അമ്മയെ വിളിച്ചു പറയുവാണ്. പിന്നീടാണ് അറിയുന്നത് അവന്റെ അമ്മയ്ക്ക് നടന്ന വിഷയങ്ങളൊന്നും സഹിക്കാൻ കഴിയാതെ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു പോയെന്ന്. പാവം നമ്മുടെ ഹീറോയും ഇനി അവൻ ആരില്ലെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് നമ്മുടെ ടോമിയുടെ അമ്മയെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. ടോമിയുടെ അമ്മ അടുത്ത് വന്ന് അവനെ സമാധാനപ്പെടുത്തി പിന്നീട് അവന്റെ ഒരു അമ്മയെ പോലെയാണ് ഇത്ര നാള് നോക്കിക്കൊണ്ടിരുന്നത്. ഇതെല്ലാം ഓർത്ത് നോക്കിയ ഹീറോയും കല്യാണത്തിന് ഓക്കെ പറയാമെന്ന് തീരുമാനിക്കും. നെക്സ്റ്റ് ഡേ ഹീറോയിനെയും അമ്മയെയും കണ്ടിട്ട് ഇവളോട് എന്നോട് കെഞ്ചാൻ പറയും, എന്നാലേ ഞാൻ ഓക്കെ പറയൂ എന്ന് ഹീറോയിനെ കൊണ്ട് കെഞ്ചിപ്പിക്കുന്നുണ്ട്. ഈ നാട്ടില് ഹസ്ബൻഡായിട്ട് ഒരാളെ അഭിനയിക്കാൻ കിട്ടണമെങ്കിൽ ക്യാഷ് കൊടുക്കണം. അതുകൊണ്ട് അവനും ലിയോയുടെ ഹസ്ബൻഡായിട്ട് അഭിനയിക്കാമെന്ന് പറഞ്ഞു. പക്ഷെ 1 ലക്ഷം രൂപ ക്യാഷ് തന്നാലേ ഞാൻ അഭിനയിക്കുമെന്ന് അവൻ പറയും. ലിയും അത്രയൊന്നും എന്റെ കയ്യിലില്ല, കൂട്ടിയും കിഴിച്ച് ഒരു 30,000 രൂപ തരാമെന്ന് പറഞ്ഞാല് എന്നാൽ വേറെ ആളെ നീ നോക്കിക്കോ എന്ന് ഹീറോ പറയും. ഇവളും ശരി 40-45 അവനെ നോക്കി ലേലം വിളിക്കാൻ തുടങ്ങി. ടോമിയുടെ അമ്മ അവസ്ഥ മനസ്സിലാക്കി കൊടുത്ത് അവനെ പറഞ്ഞ് സമ്മതിപ്പിക്കുന്നുണ്ട്. അമ്മ പറഞ്ഞത് കൊണ്ട് മാത്രം ഹീറോ ഓക്കെ പറയുന്നുണ്ട്. പക്ഷെ ഒരു കണ്ടീഷൻ, കുക്ക് ചെയ്യുന്നത്, വാഷ് ചെയ്യുന്നത്, എല്ലാ ജോലിയും അവള് തന്നെ ചെയ്യണം. അതും അനുസരണയുള്ള ഒരു വേലക്കാരിയെ പോലെ എന്ന് പറയും. ഹീറോയിനും ഇവനെ വിട്ടാലേ വേറെ വഴിയില്ലെന്ന് സമ്മതിക്കുന്നുണ്ട്. അടുത്തത് ഗ്രീൻ കാർഡ് കിട്ടാൻ വേണ്ടി എവിഡൻസിന് വേണ്ടിയുള്ള പണിയാണ്. ആദ്യം തന്നെ ഇവർ രണ്ടുപേര് ലവേഴ്സ് എന്ന പോലെ കാർഡ് കൊടുക്കുന്നവർക്ക് പ്രൂഫ് കാണിക്കാൻ വേണ്ടി ക്ലോസ് ആയിട്ടിരിക്കുന്ന ചില ഫോട്ടോസ് വേണം. അതിന് രണ്ടുപേരെയും ബീച്ചിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഫോട്ടോ എടുക്കാനായിട്ട് തുടങ്ങുവാണ് അമ്മ. പക്ഷെ ടച്ചിങ് ചെയ്തുള്ള ഫോട്ടോ എടുപ്പൊന്നും പറ്റില്ലെന്ന് ഇവർ രണ്ടുപേരും വാശി പിടിക്കാൻ തുടങ്ങിയതും ഹീറോയോട് നിനക്ക് പണം വേണമെങ്കിൽ, ഹീറോയിനോട് നിനക്ക് ഗ്രീൻ കാർഡ് വേണമെങ്കിൽ ഇതൊക്കെ ചെയ്തേ പറ്റുമെന്ന് അമ്മ പറയും. ശരി, ജസ്റ്റ് ഫോട്ടോയ്ക്ക് മാത്രം വേണ്ടി പോസ്റ്റ് ചെയ്താൽ മതിയെന്ന് രണ്ടുപേരെയും ക്ലോസ് ആക്കി ഇരുത്തിയിട്ട് ഫോട്ടോ എടുക്കുവാണ് അമ്മ. ഹീറോയിനും ഒരുമാതിരി നോക്കി വരുന്നുണ്ട്. ഇത് കണ്ട ഹീറോയിനും എന്താടാ നീ നോക്കുന്നത്, നിന്റെ കണ്ണ് ഞാൻ കുത്തിപ്പൊട്ടിക്കുമെന്ന് പറഞ്ഞതും കണ്ണിൽ കരട് പോയതല്ലേ, അതിന് നിന്നെയാക്കി ആരാ നോക്കുന്നതെന്ന് അവനും പറയും. അടുത്തത് ഫുഡില്ലാത്ത ഡിന്നർ സെറ്റ് ചെയ്ത് അവര് ചേർന്ന് റൊമാൻറ്റിക് ആയിട്ട് ഡിന്നർ കഴിക്കുന്ന പോലെ ഫോട്ടോ എടുപ്പിക്കുന്നുണ്ട്. ഹീറോയ്ക്ക് ഇറങ്ങി ഓടിയാലോ എന്ന് വരെ തോന്നുന്നുണ്ട്. പിന്നെ കടം കൊടുക്കാനുള്ളവരും കൂടെ ഓടി വരുമെന്ന് ഓർത്ത് വരാത്ത റൊമാൻറ്റിക് ഒക്കെ വരുത്തി 32 പല്ലും കാട്ടി ഇളിച്ചിട്ട് ഫോട്ടോയ്ക്ക് പോസ് കൊടുക്കുവാണ്. നെക്സ്റ്റ് പ്രൊപ്പോസ് ചെയ്യുന്നത് പോലെ ഫീൽ ആയിട്ട് ഇമോഷണൽ ആയിട്ട് കരയുന്ന പോലെയൊക്കെ വളച്ച് ഫോട്ടോ എടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ക്ലബില് ഇവര് ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്യുന്ന പോലെ ഫോട്ടോ എടുക്കാമെന്ന് കരുതി കൊളീഗ്സിന്റെ കൂടെ കൂട്ടിക്കൊണ്ടു പോയാല് കൂടെയുള്ളവര് ആരാ നിങ്ങളിൽ ആദ്യം ലവ് തുറന്നു പറഞ്ഞതെന്ന് ചോദിക്കും. അതിന് ഇവര് രണ്ടുപേരുടെ ഈഗോ തലയ്ക്ക് ഉച്ചയ്ക്ക് കയറി ഇരിക്കുവല്ലേ. ഞാനാണ് ഫസ്റ്റ് പറഞ്ഞത്, ഇല്ല ഇവനാണ് ഫസ്റ്റ് പറഞ്ഞത്, ഇല്ല അവളാണ് ഫസ്റ്റ് പറഞ്ഞതെന്ന് കവളിൽ നുള്ളി തല്ല് പിടിക്കാനായിട്ട് തുടങ്ങിയതും ടോമിയുടെ അമ്മയ്ക്ക് മനസ്സിലായി ഇനി വിട്ടാല് ഇവര് കുളമാക്കുമെന്ന്. അതുകൊണ്ട് എഴുന്നേറ്റ് പോയി ഇവരെപ്പോഴും ഇങ്ങനെയാ ചെറിയ കുട്ടികളെ പോലെ തല്ല് പിടിച്ചോണ്ടിരിക്കും. സ്നേഹം കൊണ്ടാ വേറെ ഒന്നല്ല എന്ന് പറഞ്ഞ് രണ്ടെണ്ണത്തിനെയും തനിച്ച് വിളിച്ചു കൊണ്ടുപോയി ചീത്ത പറയും. ഇവരെ കുറച്ചു നാളെങ്കിലും ഒന്നിച്ച് ഒരു വീട്ടിൽ താമസിക്കണമെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്. വേറെ വഴിയില്ലാതെ ഹീറോയും സമ്മതിക്കും. ഹീറോയിൻ അവന്റെ വീട്ടിലേക്ക് കാലെടുത്ത് വെച്ചതും ഹീറോ ഓരോന്ന് പറഞ്ഞ് അവളെ ടോർച്ചർ ചെയ്യാൻ തുടങ്ങി. അത് ചെയ്യാൻ പറ്റില്ല, ഇത് ചെയ്യാൻ പറ്റില്ല, ഇത് തൊടാൻ പറ്റില്ല എന്ന് നിറയെ റൂൾസുകളും കൊണ്ടുവരുന്നുണ്ട്. നെക്സ്റ്റ് ഹീറോയിൻ വിശന്നിട്ട് ഒരു ബർഗർ കണ്ടതും അത് എടുത്ത് കഴിക്കും. പുറകെ വരാൻ പോകുന്ന അപകടങ്ങൾ അറിയാതെ ഉടനെ ഹീറോ ഒരു ജാർ എടുത്തുകൊണ്ട് വന്ന് ഞാൻ ക്യാഷ് കൊടുത്ത് വാങ്ങിച്ച ബർഗറാണ് നീ ഇപ്പോ കേട്ടിക്കൊണ്ടിരിക്കുന്നത്, സോ 100 രൂപയെങ്കിലും ഈ ജാറിലേക്ക് ഇട്ടോ എന്ന് പറഞ്ഞു കൊടുത്തതും ഇത്രയൊന്നുമില്ല, 2 ഉണക്ക ബണ്ണും 2 ലെറ്റ്യൂസും വെച്ചതിന് 100 രൂപയോ, 50 രൂപ തരാൻ പറ്റുള്ളൂ എന്ന് ഹീറോയിനും പറയും. വാട്ടർ ബില്ല്, കറന്റ് ബില്ല് 50% നീ തന്നെ തരണം. കൂടെ ഞാൻ വാങ്ങിച്ചിരിക്കുന്ന ഏതെങ്കിലും ഫുഡ് നിന്റെ വായിൽ വെച്ചാല് അത് വയറ്റിനുള്ളിൽ എത്തുന്നതിന് മുമ്പ് ഈ ജാറിനുള്ളിൽ അതിന്റെ ക്യാഷ് വീണിരിക്കണം, മനസ്സിലായോ എന്ന് പറഞ്ഞ് എന്തൊക്കെയോ കുറെ റൂൾസുകൾ അവൻ ഇട്ടിട്ട് പോകുന്നുണ്ട്. അവസാനം എന്റെ ഹാൻസം ഫേസ് കണ്ട് നീ ഒരിക്കലും ലവില് വീഴാൻ പാടില്ലെന്ന് വരെ പറഞ്ഞു കളയും. അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. ഈ മോന്തയ്ക്ക് ഞാൻ വളരെ കൂടുതലാണെന്ന് ഹീറോയിൻ അവനെ അപമാനിച്ച് വിടുവാണ്. നെക്സ്റ്റ് ഡേ ഹീറോയിനും വർക്ക് കഴിഞ്ഞ് വീട്ടിലേക്ക് കയറി വന്നതും ഹീറോ ടീഷർട്ട് ഊരി പാതി നേക്കഡ് ആയിട്ട് നിൽക്കുന്നു. അവന്റെ 6 പാക്ക് ബോഡി കണ്ണെടുക്കാതെ അവൾ നോക്കി നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് റിയലൈസ് ചെയ്ത് അവളും തിരിഞ്ഞു നിന്ന് സോറി എന്ന് പറയും. അതിന് ഞാൻ എന്ത് കാണിച്ചിട്ടാ ഇവള് സോറി പറയുന്നത് എന്ന പോലെയാണ് കൂളായിട്ട് അവൻ നിൽക്കുന്നത്. ഹീറോയിൻ അവന്റെ മുഖത്തേക്ക് പോലും നോക്കാതെ പതിയെ അടുത്തേക്ക് വന്ന് അടുത്തിരിക്കുന്ന ടവൽ എടുത്തിട്ട് ബാത്റൂമിലേക്ക് ഓടിക്കളയും. ഹീറോയിൻ കുളിച്ച് ഫ്രഷ് ആയിട്ട് തിരികെ വന്നതും ഹീറോ പറയും നമ്മൾ രണ്ടുപേരും ഒന്നിച്ച് ബെഡിലാണോ കിടക്കാൻ പോകുന്നത്,
എനിക്കാണെങ്കിൽ ആരുടെ ഒപ്പം കിടന്ന ശീലമില്ല. രാത്രി അറിയാതെ മറ്റോ എന്റെ കൈ നിന്റെ മേലെ വന്ന് എന്ന് പറഞ്ഞു വന്നതും ഹീറോയിൻ സാരമില്ല ഞാൻ സോഫയിൽ കിടന്നോളാം എന്ന് പറയും. വേണ്ട വേണ്ട നീ ബെഡിൽ കിടന്നോ, ഞാൻ സോഫയിൽ കിടന്നോളാം എന്ന് ഹീറോ പറയുമെന്ന് പ്രതീക്ഷിച്ചാല് ശരിയെന്നാ ഞാൻ ബെഡിൽ തന്നെ കിടന്നോളാം എന്ന് പറഞ്ഞ് അവൻ ബെഡിലേക്ക് പായുവാണ്. ഒരു പാവം പെണ്ണിനെ സോഫയിൽ കിടത്തുന്നു എന്ന് പറഞ്ഞ് ഒരു മനസാക്ഷി പോലും ഈ കാലമടഞ്ഞില്ലെന്ന് പറഞ്ഞ് മനസ്സിൽ അവനെ നിറയെ തെറി പറയുന്നുണ്ട് അവള്. പിന്നീട് ഹീറോയിന് സുഖമായിട്ട് സോഫയിൽ കിടന്നുറങ്ങാൻ തുടങ്ങി. പക്ഷെ ഇവളുടെ പിച്ചും പയ്യും കേട്ടിട്ട് ഉറക്കം മൊത്തം പോയത് നമ്മുടെ ഹീറോയ്ക്കാണ്. പാവ ചെവിയിലേക്ക് കുത്തിക്കേറ്റുന്നു, തിരിഞ്ഞു മറിഞ്ഞു കിടക്കുന്നു. ലാസ്റ്റ് ഹെഡ്ഫോൺ എടുത്ത് കാതിൽ വെച്ചതുമാണ് കുറച്ചെങ്കിലും ആശ്വാസം കിട്ടുന്നേ. അതിനുള്ളിൽ രാവിലെയായി. രാത്രി മുഴുക്കെ ഹീറോയിൻ കഥ പറയുന്നത് കേട്ട് ഉറങ്ങാൻ പറ്റാതെ രാവിലെ ആയതും അലാറം ഓഫ് ചെയ്ത് കുറച്ചു നേരം സുഖമായിട്ട് കിടക്കാമെന്ന് കരുതി ഹീറോ ഉറങ്ങാൻ തുടങ്ങി. ഹീറോയിൻ നേരെ എഴുന്നേറ്റ് കുളിക്കാനായിട്ട് പോയി. കുറച്ചു നേരം കഴിഞ്ഞ് പാതി ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്ന ഹീറോ കുളിക്കാനായിട്ട് ബാത്റൂമിലേക്കാണ് പോകുന്നത്. അവിടെ ചെന്ന് നോക്കിയാലേ ലിയ കുളിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. അതുപോലും ശ്രദ്ധിക്കാതെ ഹീറോ അകത്തേക്ക് കടന്നതും ഇവനെ കണ്ട് അവൾ അലറാൻ തുടങ്ങി. അവൻ ഇവളെ കണ്ടതും നിനക്കെന്താടി ബോധമില്ലേ, കഥകടച്ച് കുളിക്കാനുള്ള കോമൺ സെൻസ് പോലും നിനക്കില്ലേ എന്ന് ചോദിച്ച് അവളെ വഴക്ക് പറഞ്ഞതും കഥക് തട്ടി ആരെങ്കിലും അകത്തുണ്ടോ എന്ന് ചോദിക്കാനുള്ള മര്യാദ പോലും നിനക്കില്ലേ എന്ന് അവള് തിരികെ ചോദിക്കും. വായടഞ്ഞു പോയ ഹീറോയും ശരി സോറി എന്ന് പറഞ്ഞ് തിരിഞ്ഞു പോകാൻ തുടങ്ങി. താഴെ വെച്ചിരുന്ന സോപ്പ് പെട്ടിയിൽ കാല് വെച്ച് വഴുതി കുണ്ടിയും കുത്തി ഒരൊറ്റ വീഴ്ച. ഇതാരെ ഇവിടെ കൊണ്ടുവച്ചതെന്ന് അവൻ ദേഷ്യത്തിൽ അലറാൻ തുടങ്ങിയതും ഞാനാത് അവിടെ കൊണ്ടുവച്ചതെന്ന് ഹീറോയിന് പേടിച്ചിട്ടേ പറയുവാണ്. എന്താടി നിന്റെ ഉദ്ദേശം, നീ എന്നെ കൊല്ലാൻ നോക്കിയതാണോ? ഇതാ കുളിച്ചിട്ട് ഇറങ്ങി പോടി എന്ന് പറഞ്ഞിട്ട് കപ്പ അവളുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് ഡാമേജ് ആയ ബട്ട് തിരുമിയിട്ട് ഹീറോ ഇറങ്ങിപ്പോയി. ഇവളും കൺഫ്യൂസ്ഡ് ആയിട്ട് അവൻ മനഃപൂർവ്വം വന്നതായിരിക്കോ, എന്തെങ്കിലും കണ്ടിട്ടുണ്ടാകുമോ എന്ന് ചിന്തിച്ചിട്ടേ കുളിക്കാൻ പോയി. ഹീറോ വർക്കിന് പോകാനായിട്ട് റെഡി ആയിട്ട് വരുമ്പോ കിച്ചണിൽ എന്തോ നാറ്റം വരുന്നുണ്ട്. എന്താന്ന് ചെന്ന് നോക്കിയാലേ ഹീറോയിൻ പാട്ട് പാടിയിട്ട് ഉണക്കമീൻ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. എടി ദുഷ്ടി, നിനക്ക് കുറച്ചെങ്കിലും മനസാക്ഷിയുണ്ടോ? കുറച്ചു നേരെങ്കിലും റെസ്റ്റ് എടുക്കാൻ സമ്മതിക്കാതെ എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നത് എന്തിനാണെന്ന് അവൻ ചോദിക്കും. അവൾ ആ നാറ്റം വരുന്ന ഉണക്കമീൻ കുക്ക് ചെയ്യുന്നത് കണ്ടിട്ട് അവൻ വഴക്കും പറയുന്നുണ്ട്. ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടാ ഇത് കണ്ടുപിടിച്ചതെന്ന് അറിയാമോ? ഇവിടുത്തെ മാർക്കറ്റിൽ ഒന്നും ഇത് കിട്ടില്ല. ഒരമ്മച്ചി വഴിയോരത്ത് വിൽക്കുന്നത് കണ്ട് കൊതിയായി 1 മാസത്തേക്കുള്ളത് വാങ്ങി ഒരാഴ്ച കൊണ്ട് തീർക്കാമെന്ന് കരുതിയാല് നീ എന്താ ഇത് കുക്ക് ചെയ്യാൻ പാടില്ലെന്ന് പറയുന്നേ? ഓ, നിനക്ക് തരില്ലെന്ന് കരുതിയാണോ? നീ എന്നോട് ചെയ്യുന്നത് പോലെയൊന്നും ഞാൻ തിരികെ ചെയ്യില്ല, നിനക്ക് ഇത് കഴിക്കാമെന്ന് അവള് പറഞ്ഞതും ഇതൊന്നും ഇവിടെ കുക്ക് ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞ് അവൻ പിന്നെയും ചീത്ത പറയും. അവളെ പറഞ്ഞു മനസ്സിലാക്കുന്നതിനുള്ളിലെ കോളിംഗ് ബെൽ അടിക്കുന്നുണ്ട്. തുറന്നാല് ബിൽഡിംഗ് മാനേജർ വന്ന് എക്സ്ക്യൂസ് മീ, നിങ്ങൾ ഈ ബിൽഡിംഗ് മുഴുക്കി നാറ്റിക്കാൻ പോകുവാണോ എന്ന് ചോദിക്കും. ഹീറോയിനും ഒന്നും ചെയ്യാത്ത പാവത്തെ പോലെ നോക്കി നിൽക്കുന്നുണ്ട്. ഹീറോ സോറി സാർ, എന്റെ വൈഫ് പുതിയതായിട്ടാണ് ഇവിടേക്ക് വന്നിട്ടുള്ളത്, അവൾക്ക് ഇതൊന്നും അറിയില്ലായിരുന്നു. ഇനി ഇങ്ങനെയുള്ളതൊന്നും ഉണ്ടാവാതെ ഞാൻ ശ്രദ്ധിച്ചോളാം എന്ന് പറഞ്ഞ് അയാളെ പറഞ്ഞു വിട്ടതിന് ശേഷം ഇനി ഇങ്ങനത്തെ വൃത്തികെട്ട ഫുഡ് എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ വല്ല കാട്ടിലും കൊണ്ടുപോയി ഉണ്ടാക്കി കഴിച്ചാൽ മതി. ഇനി ഈ വീട്ടിലെ ഇങ്ങനത്തെയുള്ള ഫുഡ് കൊണ്ടുവന്ന് കുക്ക് ചെയ്താലുണ്ടല്ലോ നീയും നിന്റെ പെട്ടിയും ഇനി വീടിന് പുറത്തായിരിക്കുമെന്ന് പറഞ്ഞ് രാത്രി മുഴുക്കി ഉറക്കാതെ ടോർച്ചർ ചെയ്തതിന് രാവിലെ തന്നെ ബട്ടൺസ് ഡാമേജ് ആക്കിയതിനും ചേർത്ത് വായിൽ വരുന്നതൊക്കെ അവൻ വിളിച്ചു പറഞ്ഞിട്ട് അവൻ നേരെ സമാധാനത്തിൽ ജോലിക്കും പോയി. ഈ കല്യാണം കഴിക്കാമെന്ന് ഓക്കെ പറയുന്നതിന് മുമ്പ് അവള് കൊടുത്ത ആ ക്യാഷ് വെച്ച് അവന്റെ കടം തീർക്കണമെന്നാണ് കരുതിയിരുന്നത്. അതേപോലെ അവന്റെ കടമെല്ലാം അടച്ചു തീർത്ത് വഴിയിലൂടെ നടന്നു പോകുമ്പോ ലിയ ഒരു ഡയമണ്ട് റിങ് കണ്ട് ഇങ്ങനെ ഒരു റിങ് അവൻ എന്റെ കയ്യിൽ ഇട്ട് തന്നിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നെന്ന് അവള് സ്വപ്നം കണ്ടുകൊണ്ട് നിൽക്കുമ്പോ ഹീറോ പിന്നിലൂടെ വന്ന് ഇത് ഫേക്ക് മാരേജ് ആണ്, അതുകൊണ്ട് ഫേക്ക് റിങ് ഇടാൻ പറ്റൂ, അധികം മോള് സ്വപ്നം കാണാതെ വാ എന്ന് പറഞ്ഞിട്ട് അവൻ പോയി. ഇവിടെ ടോമിയുടെ അമ്മ വന്നതും ഹീറോയിനെ അവരുടെ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. നിന്റെ ഡ്രസ്സ് ഈ കൊച്ചിന്റെ കല്യാണത്തിന് ഒന്ന് കൊടുത്താൽ നന്നായിരിക്കുമെന്ന് ചോദിക്കും. അതൊക്കെ ശരി, ഞാൻ തരാം, പക്ഷേ എന്റെ കല്യാണത്തിന് ഡ്രസ്സ് നിന്റെ കല്യാണത്തിന് വേണ്ടി യൂസ് ചെയ്താല് നിന്റെ കല്യാണത്തിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി എടുത്തു വെക്കാൻ ഒന്നും ഉണ്ടാവാതെ പോകില്ലേ? അതിന് പ്രശ്നമൊന്നുമില്ലെന്ന് ആന്റി ചോദിക്കുവാണ്. അമ്മ ഇതൊരു അഡ്ജസ്റ്റ്മെന്റ് കല്യാണം എന്ന് പറയാതെ അതൊക്കെ നമ്മുടെ കാലത്തല്ലേ അങ്ങനെയുള്ള സെന്റിമെന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നത്, ഇവർ ഇപ്പോഴത്തെ കുട്ടികളല്ലേ, അവർക്ക് അങ്ങനെയുള്ള സെന്റിമെന്റ്സ് ഒന്നും ഇല്ലെന്ന് പറഞ്ഞിട്ട് ഡ്രസ്സ് വാങ്ങി കൊടുക്കുവാണ്. ഇവിടെ ഹീറോ ആണെങ്കിൽ ഫ്രണ്ടിനോട് എടാ ഈ കോട്ട് എനിക്ക് നന്നായിട്ടുണ്ടോന്ന് എന്ന് നോക്കി പറയാൻ പറഞ്ഞതും എന്റെ പൊന്നു മോനെ നിനക്ക് അത് നന്നായിട്ട് ചേരുന്നുണ്ട്, രാവിലെ മുതൽ നീ സെലക്ട് ചെയ്ത് വെച്ചിരുന്ന കോട്ടല്ലേ അത്, ഇനി ഒരു നിമിഷം എന്നെ കൊണ്ട് നിൽക്കാൻ പറ്റില്ല, നീ എന്തെങ്കിലും എടുത്തിട്ടിട്ട് വാടാ എന്ന് പറഞ്ഞു വിളിക്കുവാണ്. ഇപ്പൊ നെക്സ്റ്റ് ഡേ ആയി. ഇന്നാണ് ലിയയും ഹീറോയ്ക്കും കല്യാണം നടക്കാൻ പോകുന്നത്. ചീപ്പായിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്യുന്നവരുടെ അടുത്ത് പോയി ഹീറോയിൻ മേക്കപ്പ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഹീറോ ഇപ്പൊ ചർച്ചിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരിക്കും.
ലിയ അപ്പൊ ഡോറ് തുറന്ന് കേറി വരുന്നുണ്ട്. എന്തോ ഇതിനു മുമ്പ് അവളെ കാണാത്ത പോലെയാണ് ഹീറോ നോക്കി നിൽക്കുന്നത്. ഹീറോയിൻ അവന്റെ അടുത്ത് വന്ന് നിന്ന് എന്തിനാടാ നീ എന്നെ ഇങ്ങനെ നോക്കുന്നേന്ന് ആരും കാണാതെ വഴക്ക് പറയാനായിട്ട് തുടങ്ങി. അവരും പെട്ടെന്ന് അടച്ചു വെക്ക്, അപ്പോഴെങ്കിലും കുറച്ച് കാണാൻ ഭംഗിയുണ്ടെന്ന് പറഞ്ഞിട്ട് അവളെ അടപ്പിക്കുകയാണ്. ഫാദർ പറഞ്ഞു കഴിഞ്ഞ് രണ്ടുപേരും മോതിരം കൈമാറുന്നുണ്ട്. നെക്സ്റ്റ് കിസ് ചെയ്യാൻ പറഞ്ഞതും വേറെ വഴിയില്ലല്ലോ, അതുകൊണ്ട് രണ്ടുപേരും കിസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നൈറ്റ് അമ്മ ഒരു പാർട്ടി പോലെ അറേഞ്ച് ചെയ്യുന്നുണ്ട് സെലിബ്രേറ്റ് ചെയ്യുന്നതിന് വേണ്ടി. രണ്ടുപേരോടും കേക്ക് വായിൽ വെച്ച് കൊടുക്കാനായിട്ട് പറയുന്നുണ്ട്. താഴെ ലിയ അവന്റെ കാലിൽ ചവിട്ടി നിൽക്കുന്നത് ശ്രദ്ധിക്കുന്നതിന്റെ ഇടയിൽ അവന്റെ കയ്യിലിരിക്കുന്ന കേക്ക് അവളുടെ മുഖത്താകുവാണ്. ഇവ മനഃപൂർവ്വമാണ് ചെയ്തതെന്ന് കരുതി അവളും അവളുടെ കയ്യിലിരിക്കുന്ന കേക്ക് അവന്റെ മുഖത്തേക്ക് തേച്ച് വെക്കുവാണ്. രണ്ടുപേരും തല്ലാകുമെന്ന് അറിഞ്ഞപ്പോ അമ്മ ഓടി വന്ന് വേഗം ഫോട്ടോയ്ക്ക് പോസ് ചെയ്യി, ഫോട്ടോ എടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് ഫോട്ടോ എടുത്ത് കൊടുത്തിട്ട് പോകും. പിന്നീട് അവരോട് എല്ലാവരെയും ബോധിപ്പിക്കാൻ വേണ്ടി റൊമാൻറ്റിക് ആയിട്ട് ഡാൻസ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. അതിലെങ്കിലും നന്നായിട്ട് ആക്ട് ചെയ്യുമെന്ന് കരുതി. പക്ഷെ അവിടെയും പ്രശ്നമാകാൻ പോകുന്ന നേരത്ത് പെട്ടെന്ന് ഹീറോ അവളുടെ കവളിലിരിക്കുന്ന കേക്ക് എടുത്ത് വായിൽ വെച്ചിട്ട് ഈ കേക്ക് ഒരു ടേസ്റ്റേ ഇല്ല, അത് നിന്റെ ചുണ്ടത്തിരിക്കുന്നത് കൊണ്ടായിരിക്കും എന്ന് പറഞ്ഞ് വെറുതെ ടീസ് ചെയ്യാനായിട്ട് തുടങ്ങി. ഇത് ക്ലബായി പോയി എല്ലാവരും നോക്കി നിൽക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ ഇവിടെ നടക്കുന്നത് വേറെ ആയിരിക്കും എന്ന് ഹീറോയിൻ പറഞ്ഞതും ഹീറോ ഇത് കേട്ട് ചിരിക്കാൻ തുടങ്ങുവാണ്. അങ്ങനെ പാർട്ടിയും കഴിഞ്ഞു. അമ്മ വന്ന് എനിക്ക് ജോലിയുണ്ട് മോളെ, നീ ഹീറോയുടെ കൂടെ വീട്ടിലേക്ക് പോയെന്ന് പറഞ്ഞയക്കുവാണ്. അവനാണെങ്കിൽ നന്നായിട്ട് കുടിച്ച് ബോധവും ഇല്ല. എങ്ങനെയെങ്കിലും വീട്ടിലെത്തണമെന്നാണ് അവള് നോക്കുന്നത്. പക്ഷെ ഇവൻ വഴങ്ങുന്ന പോലെയില്ല. അവിടെ ഇവിടെ ആടി ആടി അവൻ ഒരു റോഡ് സൈഡിൽ വന്നിരിക്കുവാണ്. നീ എന്താ പിച്ചക്കാരനാണോ? പിച്ച എടുക്കാൻ പോകുവാണോ? എന്നാ നീ ഇവിടെ ഇരുന്ന് പിച്ച എടുക്ക്, ഞാൻ പോകുവാണെന്ന് പറഞ്ഞിട്ട് അവള് തിരിഞ്ഞു പോകാൻ നോക്കിയാല് അവൻ പെട്ടെന്ന് അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ച് അവന്റെ മടിയിലേക്ക് പിടിച്ചിരുത്തുവാണ്. എന്നിട്ട് എന്റെ പുതിയ വൈഫ് എന്ന് പറഞ്ഞ് അവളെ കൊഞ്ചിക്കാൻ തുടങ്ങി. ഹീറോയിൻ ഇത് കേട്ട് എന്ത് വൈഫോ, നിന്റെ കൂടെ എങ്ങനെയാ ഒരു വർഷം ജീവിക്കാൻ പോകുന്നതെന്ന് എനിക്ക് എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാകുന്നില്ല, പിന്നെയാണോ എന്ന് പറഞ്ഞ് പിറുപിറുത്തിട്ട് അവനെ താങ്ങി വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോ പിന്നെയും അവൻ ഞാനാണ് നിന്റെ കെട്ടിയവൻ, ഞാനാണ് നിന്നെ ചുമക്കേണ്ടതെന്ന് പറഞ്ഞ് അവളെ എടുത്തിട്ട് നേരെ ബെഡിലേക്ക് ഇട്ടിട്ട് കിസ് ചെയ്യാനായിട്ട് അടുത്തേക്ക് വരുന്നുണ്ട്. നമ്മുടെ ഹീറോയിൻ ആകെ നെർവസായി ഇവൻ എന്താ ഈ കാണിക്കാൻ പോകുന്നത് എന്ന പോലെ പേടിച്ചിരിക്കുകയാണ്. പെട്ടെന്ന് ഹീറോ ബോധം പോയി അവളുടെ മേലേക്ക് തന്നെ മറഞ്ഞു വീഴും. ഒരു നിമിഷത്തേക്ക് എന്തൊക്കെയോ എക്സ്പെക്ട് ചെയ്തു എന്ന പോലെ അവനെ തള്ളി മാറ്റിയിട്ടിട്ട് അവന്റെ കോട്ടും ഷൂ എല്ലാം ഊരി കൊടുത്തിട്ട് അവളും ഉറങ്ങാനായിട്ട് പോയി. നെക്സ്റ്റ് ഡേ അവളുടെ ചേച്ചിയോട് പറയുന്നുണ്ട് അവളുടെ കല്യാണം കഴിഞ്ഞെന്ന കാര്യം. ചേച്ചി അവളെ വീഡിയോ കോൾ വഴി കണ്ണ് പൊട്ട് ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഹീറോയെ കണ്ടതും എടി നീ ശരിക്കും ഇവനെ തന്നെയാണോ കല്യാണം കഴിച്ചത്? സത്യം പറ, ഗ്രീൻ കാർഡിന് വേണ്ടിയാണോ കല്യാണം കഴിച്ചത്, അതോ ചെക്കൻ നല്ല ഹാൻഡ്സ് ആണല്ലോ, സത്യം പറയടി എന്ന് ചേച്ചി സംശയത്തോട് ചോദിക്കുവാണ്. ഇവളും പോടി ചേച്ചി, അങ്ങനെയൊന്നുമില്ല, ഇത് വെറും ഫേക്ക് കല്യാണമാണെന്ന് പറഞ്ഞിട്ട് ഹീറോയിനും കോള് കട്ട് ചെയ്ത് പോകും. നെക്സ്റ്റ് അമ്മ വന്നതും ഗ്രീൻ കാർഡ് കൊടുക്കുന്ന ആള് നിങ്ങളുടെ ലവ് സ്റ്റോറി ചോദിച്ചാൽ എന്ത് ചെയ്യും, അതുകൊണ്ട് ആര് കേട്ടാലും വിശ്വസിക്കുന്ന ഒരു ലവ് സ്റ്റോറി എഴുതണമെന്ന് പറഞ്ഞതും ഹീറോയിനോട് ഹീറോയുടെ അടുത്ത് വന്ന് നിന്നിട്ട് ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ട് ഒരു കഥ പറയാൻ തുടങ്ങി. ബ്യൂട്ടിഫുൾ ആയ ഒരു ബീച്ചില് ഇളം വെയിലടിക്കുന്ന സമയത്ത് ഞാൻ ഒരു കരിക്കും കുടിച്ചിട്ട് നടന്നു പോകുമ്പോ ആ സമയം രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് ആരോ കരയുന്ന ശബ്ദം കേട്ടു. തിരിഞ്ഞു നോക്കിയാൽ ആരാ, നീ വെള്ളത്തിൽ മുങ്ങി ചാകാൻ പോകുന്നു. അത് കണ്ടതുമെന്ന് പറയാൻ വന്നതും ഹീറോ നിർത്ത്, അതെന്തിനാ ഞാൻ ചാകണം, നീ വേണമെങ്കിൽ ചാക്, എന്നെ കൊണ്ട് ചാകാൻ പറ്റില്ലെന്ന് പറഞ്ഞ് ഹീറോ ആകെ ടെൻഷൻ ആകാൻ തുടങ്ങി. ശരി എന്നാ ഞാൻ ചാകാം എന്ന് പറഞ്ഞിട്ട് അതേ ബ്യൂട്ടിഫുൾ ആയ ബീച്ചില് ഇളം വെയിലടിക്കുന്ന സമയത്ത് സ്റ്റൈലായിട്ട് നടന്നു വരുമായിരിക്കും നീ. അപ്പൊ ആരോ രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കുമ്പോ ഞാൻ വെള്ളത്തിൽ മുങ്ങിച്ചാകാൻ പോകുന്നു. അടുത്ത സെക്കൻഡില് ചാടി നീ എന്നെ രക്ഷിച്ച് സ്റ്റൈലായിട്ട് കൊണ്ടുവന്ന് കിടത്തിയതും നീ അപ്പോ തന്നെ ബോധം കെട്ട് താഴെ വീഴും. കാരണം എന്നെ രക്ഷിക്കുന്നതിന്റെ ഇടയിൽ നീ നിറയെ വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു. സോ എന്ന് പറയാൻ വന്നതും അതെന്ത്, ഞാൻ നിന്നെ രക്ഷിച്ചിട്ട് ബോധം കെട്ട് വീഴുന്നത് ഞാനാണോ, ഇതെന്ത് ലോജിക്കില്ലാത്ത കഥയാണെന്ന് ഹീറോ ചോദിക്കും. ശരി എന്നാ ഞാൻ നിന്നെ രക്ഷിക്കാതെ നീ ചത്തുപോയി, അതുകൊണ്ട് ഒരു വെള്ളത്തുണിയിട്ട് മൂടി, സ്റ്റോറിയും കഴിഞ്ഞു, സമാധാനായോ എന്ന് ഹീറോയിൻ പറഞ്ഞതും ഹീറോ ഇത് കേട്ടിട്ട് അമ്മ ഇവള് കഥ പറയുന്നതല്ല ഇവളുടെ ആഗ്രഹങ്ങളാ പറയുന്നേ, എനിക്ക് നല്ല പേടിയാ, ഇനി ഉറക്കത്തിലെങ്ങാനും ഇവളെ എന്നെ തലക്കടിച്ച് കൊല്ലില്ലെന്ന് എന്താ ഉറപ്പ്, എനിക്ക് ഇവളെ വിശ്വാസമേ ഇല്ല എന്ന് ഹീറോ പറയുന്നത് കേട്ട് രണ്ടുപേരെയും കേട്ട് അമ്മ ടെൻഷനായി. നിർത്ത് രണ്ടുപേരും ഒന്ന്. രണ്ടുപേരും ബീച്ചിൽ വെച്ച് കണ്ടതും ലവ് ചെയ്യാനായിട്ട് തുടങ്ങി. മനസ്സിലായോ? ഇപ്പൊ നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ ലവേഴ്സിനെ പോലെ അഭിനയിക്കണം. കാർഡ് കൊടുക്കുന്നവര് നിങ്ങളെ ചെക്ക് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. നടുരാത്രി വരെ കേറി വന്ന് കഥക് തട്ടാനും ചാൻസ് ഉണ്ട്. ഇല്ലെങ്കിൽ ഭിത്തിയിൽ ഊട്ടയിട്ട് നിങ്ങളെ സ്പൈ ചെയ്യാനും ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും ചേർന്ന് ഒരു ബെഡിലെ ഉറങ്ങാവൂ എന്ന് പറഞ്ഞിട്ട് അമ്മയും പോകുവാണ്. കട്ട് ചെയ്താല് നെക്സ്റ്റ് ഡേ ഹീറോ ഈവനിങ് വർക്ക് കഴിഞ്ഞ് ഫ്രണ്ടിന്റെ കൂടെ വന്ന് പിസ കഴിച്ചുകൊണ്ടിരിക്കുമ്പോ പിസയുടെ ഡോള് കോസ്റ്റ്യൂം ഇട്ടിട്ട് ഒരാൾ ഡാൻസ് കളിക്കുന്നുണ്ട്. അതിനെ കണ്ട ഫ്രണ്ട് ആണെങ്കിൽ കുലുങ്ങി ഇരുന്ന് ചിരിക്കാൻ തുടങ്ങി. പെട്ടെന്ന്
പെട്ടെന്ന് അത് തലയിലിരുന്ന ക്യാപ്പ് എടുത്ത് മാറ്റുന്നുണ്ട്. ആരാണെന്ന് നോക്കിയാലും നമ്മുടെ ഹീറോയിൻ ആയിരിക്കും ആ പിസ. ഹീറോ അവളെ കണ്ടതും അടുത്തേക്ക് വന്ന്, ഈ ഡ്രസ്സ് നിനക്ക് നന്നായിട്ട് ചേരുന്നുണ്ടല്ലോ, ആ കുണുങ്ങി ആ ഡാൻസ് എന്ത് ക്യൂട്ടായിരുന്നു, സോ ക്യൂട്ട് എന്ന് പറഞ്ഞ് അവളുടെ കവളിൽ പിടിച്ച് ടീസ് ചെയ്യാനായിട്ട് തുടങ്ങി. ഇന്നലെ അമ്മ മറ്റുള്ളവരുടെ മുമ്പില് ലവേഴ്സിനെ പോലെ അഭിനയിക്കാൻ പറഞ്ഞിരുന്നല്ലോ, അതോർത്ത് ഹീറോ കിസ് വേണമെന്ന് വാശി പിടിക്കാൻ തുടങ്ങി. അവളും ഇപ്പൊ വേറെ വഴിയില്ലാതെ കിസ് കൊടുത്ത് പറഞ്ഞു വിടുന്നുണ്ട്. കട്ട് ചെയ്താല് ഇവർക്ക് കാർഡ് കയ്യിൽ കൊടുക്കുന്നതിന് മുമ്പ് ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കും, തമ്മിൽ എത്രത്തോളം അറിഞ്ഞിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടി. അതുകൊണ്ട് അവരുടെ ഇഷ്ടമുള്ളത് ഇഷ്ടമില്ലാത്തത് മറക്കാൻ പറ്റാത്ത വിഷയങ്ങളെല്ലാം ഒരു ബുക്കിൽ എഴുതി അവൻ ലിയയ്ക്ക് കൊടുക്കുന്നുണ്ട്. ലിയും അതേപോലെ എഴുതി ഹീറോയ്ക്കും കൊടുക്കുവാണ്. അങ്ങനെ കൊടുത്ത അവളുടെ ഡയറി വായിച്ച് ഹീറോയിന് ചെമ്മീൻ ഇഷ്ടമല്ലെന്ന് മനസ്സിലാക്കി പിറ്റേ ദിവസം തന്നെ ചെമ്മീൻ വാങ്ങിക്കൊണ്ടുവന്ന് ഒരു സൂപ്പ് ഉണ്ടാക്കും. ഹീറോയിൻ വർക്ക് കഴിഞ്ഞ് തിരികെ വന്നതും ഇവൻ ഇരുന്ന് കൊതിപ്പിച്ചിട്ടേ കുടിക്കാൻ തുടങ്ങിയതും ഓൾറെഡി നല്ലപോലെ വിശന്നിരുന്ന ഹീറോയിൻ കെഞ്ചി അവന്റെ അടുത്ത് നിന്ന് അത് വാങ്ങി അതിലുള്ളത് ചെമ്മീനാണെന്ന് അറിയാതെ മൊത്ത സൂപ്പ് പകത്താക്കുന്നുണ്ട്. കുടിച്ചു കഴിഞ്ഞതും അവൾക്ക് അലർജി ആവാൻ തുടങ്ങി. കാരണം ചെമ്മീൻ അവൾക്ക് അലർജിയാണ്, അതുകൊണ്ടാണ് അവളെ ഇഷ്ടമല്ല എന്ന് എഴുതി വെച്ചത്. ഉണ്ടായിരുന്ന എന്റെ പ്രാങ്ക് എന്ന് പറഞ്ഞ് ഹീറോ ചിരിക്കുന്നതിനുള്ളില് നമ്മുടെ ഹീറോയിൻ മയങ്ങി താഴെ വീഴുവാണ്. ഹീറോ പേടിച്ച് ഓടിപ്പോയി എടുത്തിട്ടേ അവള് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. കുറച്ച് സീരിയസ് ആണെന്ന് അറിഞ്ഞതും ഹീറോയ്ക്ക് എന്തോ വേണ്ടിയിരുന്നില്ലെന്ന് ഫീൽ ആകാൻ തുടങ്ങി. കുറച്ച് ഭേദമായതും ഹീറോയിൻ പുറത്തേക്ക് വന്നിരിക്കുന്നുണ്ട്. അപ്പോ ഹീറോ വന്ന് അവളോട് സോറി ചോദിക്കുവാണ്. പക്ഷെ ഹീറോയിൻ സങ്കടത്തിൽ കരഞ്ഞിട്ടേ, ഞാൻ ഗ്രീൻ കാർഡിന് വേണ്ടി എഴുതി തന്ന ആ ഡയറി വെച്ച് നീ എന്നെ ടോർച്ചർ ചെയ്യുവാണല്ലേ, അങ്ങനെയാണെങ്കിൽ എന്റെ സ്വപ്നങ്ങളോ ആഗ്രഹങ്ങളോ ഒന്നും നീ വലുതായിട്ട് കാണുന്നില്ലെന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി. ഹീറോ അവളോട് സോറി പറഞ്ഞിട്ടേ, ഞാൻ വെറുതെ തമാശക്ക്, ശരി ഇനി ഞാൻ ഇങ്ങനെ ഒന്നും ചെയ്യത്തില്ല, സീരിയസ്ലി നിനക്ക് വേണ്ടി നീ തന്ന ആ ഡയറി മൊത്തം പഠിച്ച് ഗ്രീൻ കാർഡ് വാങ്ങാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാമെന്ന് അവൻ സത്യം ചെയ്തു കൊടുക്കുവാണ്. ഹീറോയിനും സന്തോഷത്തോടെ ഓക്കെ പറഞ്ഞിട്ട് തിരികെ അവര് വീട്ടിലേക്ക് പോകുന്ന വഴി തെരുവിലെ എന്തോ ഫെസ്റ്റിവൽ ഒക്കെ നടക്കുന്നുണ്ട്. അത് കുറച്ചു നേരം ഒന്നിച്ച് നോക്കി നിൽക്കുവാണ്. അപ്പോ ഹീറോ ദാഹിക്കുന്നുണ്ട്, വെള്ളം വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞു പോയതും ഹീറോയിൻ നോക്കുമ്പോ കൂട്ടത്തിനിടയിൽ അവളുടെ അമ്മയെ പോലെ ഒരു സ്ത്രീ നിൽക്കുന്നത് കാണുന്നുണ്ട്. പക്ഷെ അതിനുള്ളിലെ അവർ ആ കൂട്ടത്തിനിടയിൽ മറഞ്ഞു പോകുവാണ്. ഹീറോയിൻ ഓടി അവരുടെ അടുത്തേക്ക് എത്താനും കഴിയുന്നില്ല. ഹീറോ വന്ന് എന്താ നീ തിരയുന്നതെന്ന് ചോദിക്കും. അമ്മയുടെ കല്ലറ ഞാൻ എത്ര നോക്കിയിട്ടും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലല്ലോ, ഇപ്പൊ അമ്മയെ പോലെ ഒരാളെ ഞാൻ കണ്ടിരുന്നു, അതെന്റെ അമ്മ തന്നെയാണെന്ന് അവനെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഹീറോയും ഇത് കേട്ട്, ശരി അത് അമ്മയാണെങ്കിൽ നമുക്ക് എന്തായാലും കണ്ടുപിടിക്കാം, പക്ഷെ ഇപ്പോ ഗ്രീൻ കാർഡ് വാങ്ങിക്കാനുള്ള ബാക്കി കാര്യങ്ങൾ നോക്കാമെന്ന് പറഞ്ഞ് അവളെ സമാധാനിപ്പിച്ചിട്ട് അവൻ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാണ്. കട്ട് ചെയ്താല് ഗ്രീൻ കാർഡ് കൊടുക്കുന്നവര് ഇവര് രണ്ടുപേരെയും വിളിപ്പിക്കുന്നുണ്ട്. ഹീറോയോട് ലിയയുടെ ഇഷ്ടമില്ലാത്ത കളർ ഏതാന്ന് ചോദിച്ചാല് അവനും കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യുന്നുണ്ട്. ലിയയോട് ഇനി ഹീറോയെ കുറിച്ച് ചോദിക്കണമല്ലോ, അതുകൊണ്ട് അവന്റെ അച്ഛനെ കുറിച്ച് ചോദിച്ചാല് ഇവൾ അവന്റെ അച്ഛൻ മരിച്ചുപോയെന്ന് പറഞ്ഞു കളയും. ഓഫീസർക്ക് നമ്മുടെ ഹീറോയെ കുറിച്ച് അറിയാമെന്നാണ് തോന്നുന്നത്. അവന്റെ ഗ്രീൻ കാർഡ് സ്കാൻ ചെയ്തതില് ഇവന്റെ അച്ഛൻ ജീവനോടെയാണോ ഉള്ളത്, നിങ്ങൾ രണ്ടുപേരും ശരിക്കും ഒന്നിച്ചാണോ ജീവിക്കുന്നത്, അല്ലെങ്കിൽ ഫ്രോഡ് ചെയ്യുകയാണോ, ഇങ്ങനെ നിറയെ പേരെ ഞങ്ങൾ ഇവിടെ കണ്ടിട്ടുണ്ട്, ഗ്രീൻ കാർഡ് തരാൻ കഴിയില്ലെന്ന് ഓഫീസർ പറയും. ഉടനെ ഹീറോയും, സോറി ഞങ്ങൾ എപ്പോഴാണ് മാരേജ് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് ഞങ്ങൾക്കൊരു ചാൻസ് കൂടി തരണം പ്ലീസ് എന്ന് കെഞ്ചി വേറൊരു ദിവസത്തേക്ക് ഇൻവെസ്റ്റിഗേഷൻ തരാമെന്ന് സമ്മതിപ്പിച്ചിട്ടേ വീട്ടിൽ വന്നതും ഇതും പറഞ്ഞ് ഹീറോ അവളെ നന്നായിട്ട് വഴക്ക് പറയാൻ തുടങ്ങി. ഹീറോ അവനെ കുറിച്ച് എഴുതിയ ഡയറിയിൽ അവന്റെ അച്ഛനെ കുറിച്ച് എഴുതിയിരുന്നില്ല, അതുകൊണ്ട് അവൾ അവനോട് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോ അവൻ അവന്റെ അച്ഛനോടുള്ള ദേഷ്യത്തില് അവര് ചത്തുപോയി എന്ന് പറയും. അതുകൊണ്ടാണ് അവൾ അങ്ങനെ ഒരു ആൻസർ കൊടുത്തതെന്ന് പറയാണ്. തെറ്റവന്റെ ഭാഗത്താണെന്ന് മനസ്സിലാക്കിയ ഹീറോയും സോറി ചോദിക്കുവാണ്. നെക്സ്റ്റ് ഡേ മുതൽ അവർ തമ്മിൽ കൂടുതൽ സംസാരിച്ചിട്ട് പരസ്പരം അറിയാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ ഒരു ഹോട്ടലില് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോ ഇവൻ എന്തുകൊണ്ടാ ഇവന്റെ അച്ഛനെ കുറിച്ച് പറയുന്നില്ല, എങ്ങനെയും ഇവന്റെ അച്ഛനെ കുറിച്ച് അറിയണമല്ലോ എന്ന് ഹീറോയിന് വളരെ ക്യൂരിയസ് ആകുന്നുണ്ട്. ലിയ പറയും, നമുക്കൊരു ഗെയിം കളിച്ചാലോ, ഞാൻ ആ ബെഞ്ചിൽ പോയിരിക്കാം, ആരെങ്കിലും എന്നോട് വന്ന് സംസാരിച്ചില്ലെങ്കിൽ ഞാൻ ആ ഗെയിമിൽ തോറ്റു, പക്ഷെ ഏതവനെങ്കിലും എന്നോട് വന്ന് സംസാരിച്ചാല് നീ നിന്റെ അച്ഛനെ കുറിച്ച് പറയണമെന്ന് പറയാണ്. അവനാണെങ്കിൽ അവളെ അടിമുടി നോക്കിയിട്ട്, നീ പേടിക്കേ വേണ്ട, നിന്നോട് ആരും വന്ന് സംസാരിക്കാൻ പോകുന്നില്ല, ധൈര്യമായിട്ട് ഇപ്പൊ ചെന്നിരിക്കി, ബാക്കി നമുക്ക് നോക്കാമെന്ന് അവൻ പറയും. ഇത് കേട്ട് അവള് ദേഷ്യത്തിൽ ആ ശരി എന്ന് പറഞ്ഞു പോയിരിക്കും. അവന്റെ അച്ഛനെ കുറിച്ച് അറിയാൻ എന്തെങ്കിലും ഒരു വായി നോക്കി വന്നിരുന്നെങ്കിൽ എന്ന് അവള് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോ കറക്റ്റ് ആയിട്ട് ഒരുത്തം വന്ന് അവളുടെ അടുത്തിരിക്കുന്നുണ്ട്. ഇവള് നന്നായിട്ട് അവനോട് സംസാരിക്കാൻ തുടങ്ങി. ഞാൻ എന്റെ ബോയ് ഫ്രണ്ടിനെ വെയിറ്റ് ചെയ്തിരിക്കുവാണെന്ന് ആ പയ്യൻ പറഞ്ഞതുമാണ് അയാള് ഒരു ഗേ ആണെന്ന് അവൾക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് ഹീറോയെ മനഃപൂർവ്വം വെറുപ്പിക്കാൻ വേണ്ടി അവൾ അവനെ തൊട്ട് ക്ലോസ് ആയിട്ടൊക്കെ സംസാരിക്കാൻ തുടങ്ങി. ഹീറോയ്ക്കാണെങ്കിൽ അതൊക്കെ കണ്ടതിന് ടെൻഷൻ ആകുന്നുണ്ട്. എഴുന്നേറ്റ് അവൻ വരുന്നതിന് മുമ്പേ അവനെ അവള് പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി, ബെറ്റിപ്പോ ഞാൻ ജയിച്ചത് കൊണ്ട് നീ നിന്റെ അച്ഛനെ കുറിച്ച് പറഞ്ഞേ പറ്റുമെന്ന് പറയും. അവനും അവന്റെ അച്ഛനെ കുറിച്ച് പറയാൻ തുടങ്ങി. ഹീറോ വളരെ വിഷമിക്കുന്നത് കണ്ട് അവൾ അവനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അടുത്ത ദിവസം അമ്മ വീട്ടിലേക്ക് വന്നതും
കണ്ടതും ടോമി സൂയിസൈഡ് ചെയ്യാനായിട്ട് നോക്കി. അതുകൊണ്ട് ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ വില്ലേജിലേക്ക് പോയിട്ട് വരാം. അതുവരെ നിങ്ങൾ ഇവിടെ തനിയിരിക്കണം. ഇന്ന് നൈറ്റ് നിങ്ങൾക്ക് ഒരു മാരേജ് പാർട്ടി കൂടിയുണ്ട്. കല്യാണ പെണ്ണ് നിങ്ങളുടെ കല്യാണത്തിന് വന്നവരാണ്. സോ നിങ്ങൾ എന്തായാലും പോയേ പറ്റുമെന്ന് പറഞ്ഞ് അമ്മയും നാട്ടിലേക്ക് പോയി. അതായത് ടോമി സൂയിസൈഡ് ചെയ്യാനായിട്ട് ശ്രമിച്ചിരിക്കുകയാണ്. വിസയ്ക്ക് വേണ്ടി അവൻ നിറയെ തവണ അപ്ലൈ ചെയ്തു. വിസ കിട്ടാത്തതിന്റെ വിഷമത്തില് ലിയയെ ഇനി കാണാൻ പറ്റില്ലെന്ന് ചിന്തിച്ച് അവൻ വളരെ ടെൻഷനിൽ സൂയിസൈഡ് ചെയ്യാൻ നോക്കി. അത് അവന്റെ അമ്മയും അറിഞ്ഞ് ഇപ്പൊ കാണാൻ വന്നിരിക്കുകയാണ്. അതേസമയം ഇവിടെ അമ്മ പറഞ്ഞ പോലെ ഹീറോയിനും ഇവിടെ കല്യാണ ഫംഗ്ഷനിൽ വന്നിരിക്കുകയാണ്. അവിടെയുള്ളവർക്ക് എല്ലാവർക്കും ഇവരെ അറിയാം. ഇവരുടെ ലവ് സ്റ്റോറി ഒക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെയും അവരൊരു തള്ളുകഥ പറഞ്ഞ് എല്ലാവരെയും ഇംപ്രസ് ചെയ്യിക്കുകയാണ്. നിങ്ങൾ രണ്ടുപേരും നല്ല പെർഫെക്റ്റ് ജോഡിയാണല്ലോ, ഇപ്പൊ കിസ് ചെയ്യാന്ന് പറഞ്ഞ് രണ്ടുപേരെയും കിസ്സൊക്കെ ചെയ്യിപ്പിക്കുന്നുണ്ട്. ഇവരും വേറെ വഴിയില്ലാതെ അവർ പറയുന്നതൊക്കെ ചെയ്യും. ഫംഗ്ഷൻ ഒക്കെ കഴിഞ്ഞ് ലിയ നന്നായിട്ട് കുടിച്ചിട്ടുണ്ട്. അവളുടെ ബോധം പാതിയേ ഇല്ല. വീട്ടിലേക്ക് തിരികെ വരുമ്പോ ലിയ ഓടിപ്പോയി മുമ്പിൽ കാണുന്ന ഒരു പോസ്റ്റിൽ കെട്ടിപ്പിടിച്ച് നിന്നിട്ട് ചെറിയ കുട്ടികളെ പോലെ അവനെ നോക്കി ചോദിക്കാൻ തുടങ്ങുവാണ്, നമ്മുടെ കല്യാണം ഒരു ഫേക്ക് അല്ലേ? അപ്പൊ എന്തിനാ നീ എന്നെ കിസ് ചെയ്തത്? എന്നെ ശരിക്കും നീ ലവ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാല് അവർ കിസ് ചെയ്യാൻ പറഞ്ഞുകൊണ്ടാണ് ഞാൻ കിസ് ചെയ്തതെന്ന് ഹീറോ പറയും. ഇല്ല, നീ എന്നെ ലവ് ചെയ്യുന്നുണ്ട്, എനിക്കറിയാം, ഞാനും നിന്നെ ലവ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടേ അവള് കിസ് ചെയ്യാനായിട്ട് അവന്റെ അടുത്തേക്ക് പാഞ്ഞു വന്നതും പെട്ടെന്ന് അവന്റെ മേലേക്ക് വോമിറ്റ് ചെയ്യുവാണ്. ഹീറോ അവളെ എടുത്തെറിയോ എന്ന് നോക്കിയാല് ഒന്നും മിണ്ടാതെ സൈലന്റ് ആയിട്ട് അവളെ എടുത്തുകൊണ്ട് വീട്ടിലേക്ക് ചെന്ന് അവളെ ക്ലീൻ ചെയ്യാനായിട്ട് തുടങ്ങുവാണ്. നാട്ടില് അമ്മ ടോമിയോട് നീ എന്തിനാടാ സൂയിസൈഡ് ചെയ്യാൻ നോക്കിയതെന്ന് ചോദിച്ചാല് ലിയയ്ക്ക് വേണ്ടിയാണെന്ന് അവൻ പറയും. ലിയ ഇപ്പോ നിന്നെ ലവ് ചെയ്യുന്നില്ല മോനെ എന്ന് അവര് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷെ അവൻ മനസ്സിലാകാതെ വാശി പിടിച്ച് അമ്മയെ കൊണ്ട് വിസയ്ക്ക് അപ്ലൈ ചെയ്യിപ്പിക്കുകയാണ്. ഇവിടെ പിറ്റേ ദിവസം ഹീറോ വർക്ക് കഴിഞ്ഞ് വന്ന് പിന്നെയും വേറൊരു വർക്കിന് പോകാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുമ്പോ ഹീറോന് അവന്റെ മൂഡ് ശരിയല്ലെന്ന് കണ്ടുപിടിക്കുന്നുണ്ട്. തൊട്ടടുത്ത് വന്ന് തൊട്ട് നോക്കിയാല് ഹീറോയ്ക്ക് നല്ല ഫീവർ ഉണ്ട്. ഇനിയിപ്പോ വർക്കിനൊന്നും പോകണ്ട, നീ കൂടെ വാ എന്ന് പറഞ്ഞ് അവനെ നേരെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് നന്നായിട്ട് കെയർ ചെയ്യാണ്. സൂപ്പും മരുന്നും എല്ലാം അവൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഒരു സ്റ്റേജിലെ ഹീറോയ്ക്ക് വളരെ തണുക്കാൻ തുടങ്ങിയതും അവൾ തന്നെ അവനോട് ചേർന്ന് കിടന്ന് ചൂട് കൊടുക്കുവാണ്. നെക്സ്റ്റ് ഡേ ഹീറോ കണ്ണു തുറന്ന് നോക്കിയാല് ഹീറോയിന് അവന്റെ അടുത്ത് തന്നെ കിടക്കുന്നുണ്ട്. അവളെ തന്നെ നോക്കിക്കിടന്ന ഹീറോയ്ക്ക് അവളോട് എന്തോ പ്രത്യേക തരം ഒരു ഇഷ്ടം തോന്നുന്നുണ്ട്. നെക്സ്റ്റ് ഡേ ഇവന്റെ അടുത്ത് നിന്ന് പോയ പനി ഹീറോയിനാണ് ഇപ്പൊ പിടിച്ചിരിക്കുന്നത്. പക്ഷെ അവൾ അതൊന്നും മൈൻഡ് ചെയ്യാതെ ജോലിക്ക് പോയി. വളരെ ടയർഡായി പിസ കോസ്റ്റ്യൂം ഇട്ട് അവള് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുമ്പോ വേറൊരു പിസ അടുത്ത് വന്നിട്ട് ഡാൻസ് കളിക്കുന്നുണ്ട്. ഹീറോയിനും ഇത് ആരായിരിക്കും എന്ന് ആശ്ചര്യപ്പെടുവാണ്. ലാസ്റ്റ് നോക്കിയാല് അത് നമ്മുടെ ഹീറോ ആയിരിക്കും. ഇവൾ അവനെ കണ്ടതും എന്തിനാ നീ ഇവിടേക്ക് വന്നത്, എങ്ങനെയാ നീ ഇവിടേക്ക് വന്നതെന്ന് ചോദിച്ചാല് പനി വെച്ച് നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്, അതുകൊണ്ടാണ് ഞാൻ വന്നതെന്ന് അവൻ പറയും. അവൻ അവളെ ഇത്ര കെയർ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കിയതും ഹീറോയിന് ഒരു മാതിരി ആകുന്നുണ്ട്. നെക്സ്റ്റ് രണ്ടുപേരും വർക്കൊക്കെ കഴിഞ്ഞ് ടയേർഡായിട്ട് വീട്ടിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോ ആരോ കഥകിൽ തട്ടുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. ഹീറോ ചാടി എഴുന്നേറ്റ് ലിയുടെ മുടിയൊക്കെ കുളമാക്കി വിടുവാണ്. ഇവര് തമ്മിൽ എന്തൊക്കെയോ നടന്ന പോലെ. ഇനി കാർഡ് തരുന്ന ആളുകളാണ് വന്നിട്ടുള്ളതെങ്കിലോ രണ്ടുപേര് ചാടി എഴുന്നേൽക്കുന്നുണ്ട്. ലിയ ആണെങ്കിൽ ഓടിച്ചെന്ന് ലിപ്സ്റ്റിക് ഒക്കെ എടുത്ത് വാരി തേച്ച് ഹീറോയുടെ മേലേക്ക് പാഞ്ഞു വന്ന് കിസ് ചെയ്യാനായിട്ട് നോക്കിയാല് ഹേയ് നീ എന്താ ചെയ്യുന്നതെന്ന് ഹീറോ ചോദിക്കും. എടാ പൊട്ട, ഞാൻ നിന്നെ കിസ് ചെയ്ത പോലെ അവർക്ക് തോന്നണ്ടേ, അതിനു വേണ്ടിയെന്ന് കുറച്ചൊക്കെ അവന്റെ ബോഡിയിലും തേച്ച് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ട് ഓടിച്ചെന്ന് വാതിൽ തുറന്ന് നോക്കിയാല് അത് ടോമിയുടെ അമ്മയായിരിക്കും. വില്ലേജിൽ നിന്ന് അവര് തിരികെ വന്നിരിക്കുകയാണ്. ഉള്ളിലേക്ക് വന്നതും അമ്മ ടോമിക്ക് ഒന്നും പറ്റിയില്ലല്ലോ എന്ന് ചോദിച്ചാല് അവനൊന്നും പറ്റിയില്ല, നിങ്ങൾക്ക് രണ്ടുപേർക്ക് എന്താ പറ്റിയത്, എന്താ ഈ കോലത്തിൽ നിൽക്കുന്നതെന്ന് അമ്മ ചോദിക്കുകയാണ്. ഇല്ല, ഞങ്ങൾ തമ്മിൽ ഒന്നുമില്ല. അല്ല എന്നാലും എന്തെങ്കിലും പ്രശ്നമുണ്ടോ അമ്മ എന്ന് ചോദിച്ചാല് ഒരു പ്രശ്നമില്ല മക്കളെ, ആ ടോമിയെ നമുക്ക് എങ്ങനെയെങ്കിലും പറഞ്ഞ് സമാധാനിപ്പിക്കാമെന്ന് പറഞ്ഞ് അമ്മ ഇവരെ സമാധാനിപ്പിക്കുന്നുണ്ട്. നെക്സ്റ്റ് ഡേ ശരിക്കും ഗ്രീൻ കാർഡ് തരുന്നവര് ഗ്രീൻ കാർഡ് കയ്യിൽ കൊടുത്തിട്ട് പോയതും പ്രതീക്ഷിക്കാതെ അത് കയ്യിൽ കിട്ടിയതും ഹീറോയിന് സന്തോഷം സഹിക്കാൻ പറ്റുന്നില്ല. ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് രണ്ടുപേരും കിസ് ചെയ്യുന്ന സമയത്ത് അവരവരുടെ ഫീലിങ്സ് തുറന്നു പറയുന്നുണ്ട്. ഇവർ എക്സൈറ്റ്മെന്റിൽ കഥ കടയ്ക്കാൻ മറന്നു പോയെന്നാ തോന്നുന്നേ. നോക്കിയാല് ആ അപ്പാർട്ട്മെന്റിലുള്ള എല്ലാവരും ഇവരുടെ ഈ റൊമാൻസ് കണ്ട് ഇവരെ നോക്കി ക്ലാപ്പ് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. നാണം കെട്ടുപോയ നമ്മുടെ ഹീറോയിനും രണ്ടുപേരും അവരോട് സോറി പറഞ്ഞിട്ട് പതിയെ ഡോർ ക്ലോസ് ചെയ്യുവാണ്. ലിയ അപ്പോ അവര് കാണുന്നത് കൊണ്ടാണ് അവൻ എന്നെ കിസ് ചെയ്തത്, പ്രൊപ്പോസ് ചെയ്തതെന്ന് കരുതി നീ നന്നായിട്ട് അഭിനയിച്ചു എന്ന് പറയും. അവനും അവളെ പോലെ വിചാരിച്ചിട്ട് ഇതൊക്കെ എന്റെ കടമയല്ലേ, ഇറ്റ്സ് ഓക്കെ എന്ന് പറയും. രാത്രി ഉറക്കത്തില് ആരോ കരയുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. ആരാ എന്ന് നോക്കിയാല് ലിയ ആയിരിക്കും. അവൾ അവളുടെ അമ്മയെ ഓർത്ത് വിഷമിക്കുന്നത് കണ്ട് ഹീറോയ്ക്കും
ഫീൽ ആകുന്നുണ്ട്. നെക്സ്റ്റ് ഡേ രാവിലെ തന്നെ ഒരു കാറായിട്ട് വന്ന് അവളെ പിക്ക് ചെയ്തിട്ട് അമ്മയുടെ ഫ്രണ്ടിനെ കാണാൻ പോകാമെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോകും. അവിടെ ചെന്ന് ഫ്രണ്ടിനെ കണ്ട് സംസാരിച്ചതും അവളുടെ അമ്മ സത്യത്തിൽ മരിച്ചുപോയെന്ന് മനസ്സിലാക്കുവാണ്. വിഷമത്തിലെ ഹീറോയിനെ കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് വരുമ്പോ കറക്റ്റ് ടൈമിൽ അവരുടെ കാറും ബ്രേക്ക് ഡൗൺ ആയി പോകും. ഓൾറെഡി വിഷമത്തിലായിരുന്ന ഹീറോയിൻ കാറിൽ നിന്ന് പോയതിന്റെ ദേഷ്യത്തില് നമ്മുടെ ഹീറോയോട് ടെൻഷൻ ആകാൻ തുടങ്ങി. പക്ഷെ അവൻ അവളുടെ സിറ്റുവേഷൻ മനസ്സിലായത് കൊണ്ടാണെന്ന് തോന്നുന്നു അവളോട് ഒന്നും പറയാതെ കാറ് സൈലന്റ് ആയിട്ട് ശരിയാക്കാൻ നോക്കുവാണ്. പക്ഷെ ശരിയാക്കാനേ പറ്റുന്നില്ല. അങ്ങനെ രാത്രിയായി. അയ്യോ രാത്രിയായി എങ്ങനെ ശരിയാകും എന്ന് ഇവര് ടെൻഷനായിട്ട് നിൽക്കുമ്പോ ഒരു ഗ്രാൻഡ് പ വന്ന് കാറ് ശരിയായി കിട്ടണമെങ്കിൽ ലേറ്റ് ആകില്ലേ, സോ എന്റെ വീട്ടില് താമസിക്കാമെന്ന് പറഞ്ഞ് ഗ്രാൻഡ് പ രണ്ടുപേരെയും അവരുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഹീറോയിന് ഉറക്കം വരാതെ ഒരു ഗാർഡനിലേക്ക് വന്നതും ഹീറോ ഓൾറെഡി തന്നെ അവിടെ നിൽക്കുന്നുണ്ട്. പതി അവൾ അവന്റെ അടുത്തേക്ക് വന്ന് നീ ഒരു ബാഡ് ബോയ് ആണെന്നാ കരുതിയത്, പക്ഷേ നീ ഒരു നല്ല പയ്യനാണെന്ന് പറഞ്ഞതും അവൻ അവളെ നോക്കി നീയും എന്നെക്കാളും നല്ലവളാണെന്ന് പറഞ്ഞിട്ടേ കിസ് ചെയ്യാനായിട്ട് ക്ലോസ് ആയിട്ട് വരുന്നുണ്ട്. ലീയും ഇപ്പോ കിസ് കിട്ടുമെന്ന് കരുതി കണ്ണു മൂടി നിന്നതും എന്താ അവിടെ ചെയ്യുന്നേ, രാത്രി ഇങ്ങനെ ഉറക്കം കളഞ്ഞു നിൽക്കുന്നത് ശരിയല്ല, ശരീരത്തിന് നല്ലതല്ല, നിങ്ങൾ പോയി ഉറങ്ങാൻ നോക്കിയെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരെയും ഉറങ്ങാനായിട്ട് പറഞ്ഞയക്കുകയാണ് ഗ്രാൻഡ് പാ. നെക്സ്റ്റ് ഡേ അവർ തിരികെ വീട്ടിലേക്ക് വന്നതും ഹീറോയുടെ ഫ്രണ്ട് വരുന്നുണ്ട്. നിനക്കൊരു വർക്ക് വന്നിട്ടുണ്ടടാ, 2 ഡേ അവിടെ തങ്ങി വർക്ക് ചെയ്യണം, അതുകൊണ്ട് ബാഗൊക്കെ പാക്ക് ചെയ്ത് വെച്ചോ എന്ന് ഫ്രണ്ട് പറഞ്ഞതും ഇത് കേട്ട് ലിയ അതിനെ കുറിച്ച് ചോദിക്കാൻ തുടങ്ങി. ലിയ നീയും ഇവന്റെ കൂടെ പോയാലെന്താ, അതാകുമ്പോ നിങ്ങൾക്ക് എൻജോയ് ചെയ്ത് വർക്ക് ചെയ്യാലോ എന്ന് പറഞ്ഞതും ഇത് കേട്ട താമസം ലിയ അതിനെന്താ ഞാൻ വരാലോ എന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ ബാഗ് പാക്ക് ചെയ്യാനായിട്ട് ഓടിക്കളയും. ഇത് മനഃപൂർവ്വം ഹീറോയുടെ ഫ്രണ്ടിന്റെ പ്ലാൻ ആയിരുന്നു. എൻജോയ് ചെയ്യട എന്ന് രണ്ടുപേരെയും പറഞ്ഞയക്കുന്നുണ്ട്. രണ്ടുപേരും ഇപ്പോ വർക്ക് ചെയ്യുന്ന വീട്ടിലേക്ക് വന്നാല് അതൊരു വലിയ വീടായിരിക്കും. കയറി ചെന്നതും പേടിപ്പിക്കുന്ന പോലെ നിറയെ സൗണ്ടുകൾ കേൾക്കുന്നുണ്ട്. എന്താടാ മനഃപൂർവ്വം കൊണ്ടുവന്ന് എന്നെ കൊല്ലാൻ നോക്കുന്നതാണോ എന്ന് ചോദിച്ചാല് നിന്നെ കൊന്നാല് എനിക്ക് 5 പൈസ കിട്ടാൻ പോകുന്നില്ല, അതുകൊണ്ട് നീ പേടിക്കേ വേണ്ടെന്ന് പറഞ്ഞ് അവള് കൂട്ടിക്കൊണ്ടുപോയി ക്ലീൻ ചെയ്യാനായിട്ട് തുടങ്ങി. അതിന്റെ ഇടയിൽ ചില ടച്ചിങ്ങും റൊമാൻറ്റിക് മൊമെന്റ്സ് ഒക്കെ ഓടി വന്നിട്ട് പോകുന്നുണ്ട്. ഹീറോ ഇങ്ങനെ നിറയെ വർക്കുകളൊക്കെ ചെയ്യുന്നുണ്ട്. അവൻ ഇതേപോലെ നിറയെ വർക്കുകളൊക്കെ ഡിസൈനും ചെയ്ത് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലൊരു ഫാമിലിക്ക് ഇവനെ വളരെ ഇഷ്ടമായി കോൾ ചെയ്തിട്ട് വിളിക്കുകയാണ്. ഇവനും അവർ വിളിച്ച പ്ലേസിലേക്ക് പോകും. എന്റെ മകൾ ഒരു ഷോപ്പ് ഓപ്പൺ ചെയ്യുന്നുണ്ട്, സോ അവളുടെ ഷോപ്പിന് വേണ്ടി നീ ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കാമോ ഒരു കോൺട്രാക്ട് കൊടുക്കും. ഒരു പെണ്ണാണ് അവനെ കാണാനായിട്ട് വന്നിരിക്കുന്നത്. ഇതെല്ലാം ഹീറോയെ ഫോളോ ചെയ്ത് വന്ന ഹീറോയിനൊക്കെ കാണുന്നുണ്ടായിരുന്നു. അവന്റെ ഗേൾ ഫ്രണ്ട് ആണ് അതെന്ന് കരുതി ലിയയ്ക്ക് നല്ല പോലെ ടെൻഷൻ ആകുന്നുണ്ട്, ജലസ് ആകുന്നുണ്ട്. അവള് ദേഷ്യത്തിൽ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും. ഇത് നമ്മുടെ ഹീറോയും കറക്റ്റ് ആയിട്ട് കാണുന്നുണ്ട്. ഹീറോ ആ കോൺട്രാക്ട് ഒക്കെ വാങ്ങി വീട്ടിലേക്ക് തിരികെ ചെന്നതും എന്താ നിനക്ക് ഞാൻ മറ്റ് ഗേൾസ് ആയിട്ട് മിണ്ടുന്നത് ഇഷ്ടമല്ലേ എന്ന് തമാശയ്ക്ക് ചോദിക്കുവാണ്. നോക്ക്, ഞാൻ നിന്നെ കാണാൻ വേണ്ടി ഒന്നല്ല അവിടേക്ക് വന്നത്, ചുമ്മാ എൻജോയ് ചെയ്യാൻ വേണ്ടി പോയപ്പോ അവിടെ നിന്നെ കണ്ടു, അത്രേ ഉള്ളൂ, അല്ലാതെ നീ ആരോടും മിണ്ടിയാലും എനിക്കെന്താന്ന് അവള് ചോദിച്ചതും ശരി ശരി ഞാൻ ഇനി അങ്ങനെ പോകില്ലെന്ന് അവൻ പറയാണ്. അയ്യോ വേണ്ട, നീ നിന്റെ മനസ്സിനെ ഇങ്ങനെ കഷ്ടപ്പെട്ട് പിടിച്ചു നിർത്തുമൊന്നും വേണ്ട, ഞാനൊന്നും പറഞ്ഞിട്ടേ ഇല്ല, നീ എന്നെ അവിടെ കണ്ടിട്ടേ ഇല്ലെന്ന് പറഞ്ഞ് ഹീറോയിനകത്തേക്ക് പോയി. നെക്സ്റ്റ് ഡേ ഹീറോയ്ക്ക് കോൺട്രാക്ട് കൊടുത്തവര് ഇവനെ കൂടുതൽ അറിയാമെന്നാ തോന്നുന്നേ. സോ ഇവൻ ഇപ്പോഴും സിംഗിൾ ആണെന്ന് മനസ്സിലാക്കി അവന് വേണ്ടി ഒരു ഡേറ്റ് ഒക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവനും നോ എന്ന് പറയാതെ ആ പെണ്ണിനെ കാണാൻ ടിപ് ടോപ്പ് ആയിട്ട് റെഡി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവന്റെ ഈ ഇളക്കൊക്കെ കണ്ടിട്ട് ലിയയ്ക്ക് നല്ല ടെൻഷൻ ആകുന്നുണ്ട്. അവള് പിന്നാലെ പോകാൻ തന്നെ തീരുമാനിച്ചു. അവനെ ഫോളോ ചെയ്ത് പോകുമ്പോ ഹീറോ ഒരു പെണ്ണുമായിട്ട് സംസാരിക്കുന്നത് കാണുവാണ്. ഹീറോയിനാണെങ്കിൽ ജലസ് ആകുന്നുണ്ട്. ആക്ച്വലി ഹീറോയിൻ അവിടെ ഉള്ളത് ഇവൻ ഓൾറെഡി തന്നെ അറിയായിരുന്നു. അവളെ കാണിക്കാൻ വേണ്ടി തന്നെ അവൻ ഒന്നുകൂടി ആ പെണ്ണുമായിട്ട് ക്ലോസ് ആയിട്ട് സംസാരിക്കാൻ തുടങ്ങി. ആ സമയം ലീയുടെ അടുത്ത് ഒരു പയ്യൻ വന്നിരിക്കുന്നുണ്ട്. നിങ്ങൾ ചുമ്മാ ഇരിക്കുവാണെങ്കിൽ നമുക്ക് ആ സോക്കർ കളിച്ചാലോ, വരുന്നുണ്ടോ എന്ന് ചോദിക്കും. ഹീറോയിനും ഇതാണ് ചാൻസ് എന്ന് പറഞ്ഞ് ഹീറോയുടെ മുമ്പിലൂടെ ആ പയ്യന്റെ കൂടെ നടന്നു പോകുവാണ്. ഗെയിം കളിക്കാൻ തുടങ്ങി. ഇത് കണ്ട ഹീറോയോ ആ പെണ്ണിന്റെ കൈ പിടിച്ച് പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകും. ഇവൻ അവളെ എവിടേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നതെന്ന് നോക്കി നോക്കി കൂടെയുള്ള പയ്യന്റെ ആവശ്യമില്ലാത്ത പ്ലേസിലേക്ക് കോൽ വെച്ച് ഇടിച്ച് അവനെ ഡാമേജ് ചെയ്യിക്കുന്നുണ്ട്. അയ്യോ സോറി, ഞാൻ അറിഞ്ഞുകൊണ്ടല്ല, ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട് അവള് പുറത്തേക്ക് ഓടി വന്നതും ഹീറോയെ അവിടെ എങ്ങും കാണാനേ ഇല്ല. ആകെ വിഷമത്തിലായ ഹീറോയിനും എന്റെ തെറ്റാ, എല്ലാം എന്റെ തെറ്റ് തന്നെയാ, എന്റെ നാവ് വെച്ച് ഞാൻ ചുമ്മാ തിരുന്നിട്ടല്ലേ, എന്റെ ഫീലിങ്സ് അവനോട് പറഞ്ഞാ മതിയായിരുന്നു എന്ന് പറഞ്ഞ് അവളുടെ ഉള്ളിലുള്ള അവനോടുള്ള ലവ് തുറന്നു പറയാതിരുന്നത് ഓർത്ത് അവള് മഴ പെയ്യുന്നത് പോലും നോക്കാതെ ആ മഴയത്ത് നിന്ന് കരയാൻ തുടങ്ങി. പെട്ടെന്ന് ആരോ പിറകിലൂടെ വരുന്നത് പോലെയുണ്ട്. നോക്കിയാല് ഹീറോ എവിടെയും പോയിട്ടില്ല. കോട്ടുമായിട്ട് അവളുടെ അടുത്ത് വന്ന് നിന്നതും നീ ഇനിയും പോയില്ലെന്ന് പറഞ്ഞ് ഹീറോയിൻ അവനോട് ടെൻഷൻ ആകുവാണ്. ഉടനെ ഹീറോയും ഞാൻ പോയില്ലെന്ന് പറഞ്ഞിട്ട് അവളെ പിടിച്ച് കിസ് ചെയ്യാനായിട്ട് തുടങ്ങി. ആ സമയത്ത് അവരുടെ രണ്ടുപേരുടെയും ഫീലിങ്സ് അവർ തുറന്നു പറയുന്നുണ്ട്. നെക്സ്റ്റ് ഡേ ഹീറോയിൻ വർക്കിന് പോകാനായിട്ട് തുടങ്ങിയതും ഹീറോ അവളെ കൂട്ടിക്കൊണ്ടുപോയി ഒരു പാർക്കിൽ വെച്ച് അന്ന് അവളൊരു റിങ് വേണമെന്ന് ആഗ്രഹിച്ചില്ലേ, അതേ റിങ് വാങ്ങിക്കൊടുത്ത് അതൊക്കെ ഇട്ട് പ്രൊപ്പോസും ചെയ്യുന്നുണ്ട്. വളരെ സന്തോഷമായ ഹീറോയിനും അവനെ ഹഗ് ചെയ്തിട്ട് കിസ് ചെയ്തിട്ട് നാണത്തില് ഞാൻ ജോലിക്ക് പോകുവാണെന്ന് പറഞ്ഞ് ഓടിക്കളയും.
പറയും. കട്ട് ചെയ്താല് ടോമി വിസ കിട്ടി ഇപ്പൊ US വന്നു കഴിഞ്ഞു. അമ്മയ്ക്ക് അത്യാവശ്യമായിട്ട് വർക്കുള്ളത് കൊണ്ട് അവനെ ഡ്രോപ്പ് ചെയ്തിട്ട് പോകും. പക്ഷെ വീടിന്റെ കീ കൊടുക്കാനായിട്ട് മറന്നുപോയി. ടോമിയും അമ്മയെ കോൾ ചെയ്ത് കീ ചോദിക്കുന്നുണ്ട്. എനിക്കിപ്പോ തരാൻ പറ്റില്ല മോനെ, നീ ഒരു കാര്യം ചെയ്, നീ നമ്മുടെ ലിയയുടെ കൂടെ ഇന്ന് താമസിക്കുന്ന പറഞ്ഞ് ലിയയുടെ അടുത്തേക്ക് പറഞ്ഞയക്കുവാണ്. ടോമിയും നേരെ ലിയയെ തേടി ചെന്നാല് ലിയയും ഹീറോയും സംസാരിച്ചുകൊണ്ടിരിക്കുവായിരിക്കും. ഹീറോയിന് സെറ്റായെന്നറിയാതെ ടോമിയും അവരുടെ കൂടെ സ്റ്റേ ചെയ്യുന്നുണ്ട്. ടോമി ഫുഡ് കഴിക്കാനായിട്ട് വരുമ്പോ ഹീറോ ഷർട്ട് ഇടാതെ ഇരിക്കുന്നത് കണ്ട് ടോമി ഇത് കണ്ട്, ഡാ നീ എന്തെങ്കിലും എടുത്ത് ഇട്ടിട്ട് വാ, ലിയയുടെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കരുതെന്ന് പറയും. ലിയയും ഞാനിത് ഓക്കെയാണ്, ഇതൊക്കെ എനിക്ക് ശീലമായെന്നാണ് പറയുന്നത്. പെട്ടെന്ന് ടോമി എന്താ വിചാരിച്ചെന്ന് അറിയില്ല, പെട്ടെന്ന് അവൻ ബനിയൻ ഉരുക്കളഞ്ഞ് ഒരു ടവൽ എടുത്തോണ്ട് വന്ന് ലിയയുടെ മുമ്പിൽ വന്ന് നിൽക്കുവാണ്. രണ്ടുപേരും മസിലൊക്കെ കാട്ടിയിട്ട് ഷോ കാണിക്കുന്നുണ്ട്. ടോമിയും അവളെ സൈറ്റ് അടിച്ച് കാണിച്ച് അവളെ വെറുതെ ടെൻഷൻ ആക്കുന്നുണ്ട്. ഉറങ്ങാൻ ആരുടെ കൂടെ കിടക്കുമെന്നായി അടുത്തതല്ലേ. അവൾ എന്റെ കൂടെ കിടക്കൂ, ഇല്ല നിന്റെ കൂടെ കിടക്കില്ല, അവൾ എന്റെ കൂടെ കിടക്കൂ എന്ന് പറഞ്ഞ് തർക്കിച്ച് ലാസ്റ്റ് എല്ലാവരും തനിയെ കിടന്ന് ഉറങ്ങാൻ തുടങ്ങും. രാവിലെ ആയതും ഹീറോ അവനോട് നീ ഇനിയും പോയില്ലേ എന്ന് ടോമിയെ പറഞ്ഞു വിടാനായിട്ട് നോക്കിയാല് അവനെന്തോ അവിടെ തന്നെ സെറ്റിലാകുന്ന പോലെയാണ് സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നത്. അതിന് ഹീറോയും ക്യാഷ് ചോദിക്കാൻ തുടങ്ങിയതും അവന് മനസ്സിലായി, ഇവരുടെയൊക്കെ കൂടെ ജീവിക്കണമെങ്കിൽ അമ്മയുടെ കൂടെ ജോലിക്ക് പോയേ പറ്റൂ എന്ന്. അതുകൊണ്ട് ടോമിയും അമ്മയുടെ കൂടെ ജോലിക്ക് പോകാനായിട്ട് തുടങ്ങിയിരിക്കുകയാണ്. നെക്സ്റ്റ് ഹീറോയിൻ വർക്ക് കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നതും ആരോ കോളിംഗ് ബെൽ അടിക്കുന്നുണ്ട്. തുറന്നു നോക്കിയാല് അത് വേറെ ആരുമല്ല, അത് നമ്മുടെ ലിയയുടെ അമ്മയായിരിക്കും. അമ്മയെ കണ്ട സന്തോഷത്തിൽ അവൾ വളരെ ഇമോഷണൽ ആയിട്ട് അമ്മയെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. അപ്പോഴാണ് അവളുടെ അമ്മയെ വേറൊരു പയ്യൻ അമ്മയെന്ന് വിളിക്കുന്നത്. നോക്കിയാൽ ഒരു ചെറിയ പയ്യൻ അവിടെ നിൽക്കുന്നുണ്ട്. നീ എന്തിന് എന്റെ അമ്മയെ അമ്മയെന്ന് വിളിക്കുന്നതെന്ന് ആ പയ്യനോട് അവള് ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോ അവളുടെ അമ്മ അവളോട് പറയും അത് നിന്റെ അനിയനാണെന്ന്. ഇത് കേട്ടതും അവൾക്ക് താങ്ങാൻ കഴിയാതെ വേഗം പോയി വാതിലടിച്ചിട്ട് അവള് പൊട്ടിക്കരയാൻ തുടങ്ങുവാണ്. അമ്മയും കരഞ്ഞുകൊണ്ട് കഥക് തുറക്കുമ്പോളെ എന്താ നടന്നതെന്ന് ഞാൻ പറയാമെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഹീറോയിൻ അമ്മയെ കേൾക്കാനായിട്ട് സമ്മതിക്കാതെ അവരെ പറഞ്ഞയച്ചതിന് ശേഷം അവർ പോയി കഴിഞ്ഞ് നേരെ തന്നെ പെട്ടിയും എല്ലാം പാക്ക് ചെയ്ത് നേരെ നാട്ടിലേക്ക് പോയി. ചേച്ചിയോട് മരിച്ചുപോയ നമ്മുടെ അമ്മയെ കണ്ട വിവരവും അമ്മയ്ക്ക് ഇപ്പോ ഒരു ഫാമിലി ഉള്ള കാര്യവും പറയുന്നുണ്ട്. ഇത് അച്ഛനോട് പറയരുത്, അച്ഛൻ ഓൾറെഡി തന്നെ അറ്റാക്ക് ഉള്ളതാണ്. ഇനി ഈ കാര്യം കൂടി അറിഞ്ഞാല് അച്ഛന് താങ്ങാൻ കഴിയില്ല, അവർക്ക് പിന്നെയും അസുഖം കൂടുമെന്ന് പറഞ്ഞ് അവള് ചേച്ചിയെ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി. നൈറ്റ് ഹീറോ വീട്ടിലേക്ക് വന്നതും ഹീറോയിനെ കാണുന്നില്ല. അവളെ കോൾ ചെയ്യാനായിട്ട് വന്നതും ഒരു ലെറ്ററും അവളുടെ അമ്മയുടെ ഫോട്ടോസൊക്കെ കീറി കിടക്കുന്നതും കാണുന്നുണ്ട്. അവൻ ലെറ്റർ തുറന്ന് വായിക്കാൻ തുടങ്ങി. എന്റെ അമ്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഇവിടേക്ക് വന്നത്, എന്റെ അമ്മയുടെ ആഗ്രഹം നടത്താൻ വേണ്ടി. പക്ഷെ എന്റെ അമ്മ തന്നെ ഞങ്ങൾക്ക് ദ്രോഹം ചെയ്യുകയാണെന്ന് മനസ്സിലാക്കിയതും ഒരു സെക്കൻഡ് പോലും എനിക്ക് ഇവിടെ നിൽക്കാൻ തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ ഗ്രാമത്തിലേക്ക് തിരികെ പോകുന്നുവെന്ന് അവൾ എഴുതിയിരിക്കുന്നേ. ഇത് കണ്ട ഹീറോയ്ക്കും അവൾക്ക് വേണ്ടി എന്തിനും ഞാൻ അവളുടെ കൂടെ ഉണ്ടാകുമെന്ന് അവൾക്ക് മനസ്സിലാക്കി കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഗ്രാമത്തിലേക്ക് പോകാമെന്ന് തീരുമാനിക്കുന്നു. നെക്സ്റ്റ് ഡേ വർക്കിന് പോയി ഫ്രണ്ടിനോട് ഞാൻ ഗ്രാമത്തിലേക്ക് പോകുവാണ്, നീ എങ്ങനെയെങ്കിലും മാനേജറോട് പറഞ്ഞ് ലീവ് റെഡിയാക്കി തരണമെന്ന് പറഞ്ഞ് വർക്ക് കഴിഞ്ഞ് വീട്ടിലേക്ക് വന്ന് അവൻ വില്ലേജിലേക്ക് പോകാനായിട്ട് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആരോ കഥക് തട്ടുന്നുണ്ട്. ഓപ്പൺ ചെയ്ത് നോക്കിയാല് ലിയയുടെ അമ്മയായിരിക്കും വന്നിരിക്കുന്നത്. ഫോട്ടോയിൽ കണ്ട് അവൻ അറിയാം അവരെ. വരൂ അമ്മയെന്ന് അവൻ അവരെ വെൽക്കം ചെയ്യുന്നുണ്ട്. അമ്മ വന്നതും ലിയയുടെയും ഹീറോയുടെയും ഫോട്ടോസ് ഒക്കെ കണ്ട് ലിയയുടെ ഹസ്ബൻഡ് ആണോ നിങ്ങൾ എന്ന് ചോദിക്കും. അവനും അതെ എന്ന് പറയും. ഉടനെ അമ്മ അവർക്ക് എന്താണ് നടന്നതെന്ന് ഫ്ലാഷ് ബാക്ക് പറയാനായിട്ട് തുടങ്ങി. ലിയയുടെ അമ്മ അവരുടെ പഠിപ്പിനനുസരിച്ച് ഇവിടെ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുകയായിരുന്നു. ഇവരുടെ മാനേജർക്ക് ഇവരുടെ മേലെ ഒരു കണ്ണുണ്ടായിരുന്നു. എന്നെ കല്യാണം ചെയ്യണം എന്ന് പറഞ്ഞ് ഇവരുടെ പിറകെ നടക്കാൻ തുടങ്ങി. അമ്മയും എനിക്ക് പറ്റില്ല, എന്റെ കല്യാണം കഴിഞ്ഞ് കുട്ടികളുണ്ടെന്ന് പറഞ്ഞിട്ടും അയാൾക്ക് അതൊരു വിഷയമായിട്ട് തോന്നിയില്ല. ഇതുകൊണ്ട് അമ്മ ജോലി വിടാമെന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ആ സമയത്താണ് ഹീറോയിന് അസുഖം വന്ന് സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതും നിറയെ പണം ആവശ്യം വന്നതുകൊണ്ട് അച്ഛൻ അമ്മയെ വിളിച്ച് ക്യാഷ് ചോദിക്കാനായിട്ട് തുടങ്ങി. പക്ഷെ അത്രയും ക്യാഷ് കൊടുക്കുന്ന അത്രയും ശമ്പളം അവർക്ക് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇപ്പൊ വേറെ വഴിയില്ലാതെ അമ്മ മാനേജറെ കല്യാണം കഴിച്ച് ആ ക്യാഷ് വെച്ച് ലിയയുടെ ഹോസ്പിറ്റൽ ബില്ല് അടയ്ക്കുവാണ്. ഇതൊന്നും തന്നെ നാട്ടിലുള്ള ആരെയും അറിയിക്കുന്നില്ല. കല്യാണം കഴിഞ്ഞിരുന്നാലും അമ്മ ആ മാനേജറുമായിട്ട് അത്ര ക്ലോസ് ആയിട്ട് ജീവിച്ചിരുന്നില്ല. ഇതിൽ ടെൻഷനായ മാനേജർ അവരെ ഫോഴ്സ് ചെയ്ത് ഗർഭിണിയുമാക്കി നിറയെ ഉപദ്രവിക്കാനും തുടങ്ങി. ഒരു ദിവസം ഇവരുടെ മകന് അയാൾ ഒരു ടോയ് വാങ്ങി വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വരുന്നുണ്ട്. അമ്മ ഇവൻ പഠിക്കില്ല, എന്തിന് ഇതൊക്കെ വാങ്ങിക്കൊടുക്കും എന്ന് പറഞ്ഞ് അമ്മയായിട്ട് പറഞ്ഞതിന് ശരി ഇനി വാങ്ങിക്കൊടുക്കില്ലെന്ന് കുട്ടിയുടെ മുമ്പിൽ നല്ല പോലെ പറഞ്ഞിട്ട് തനിയെ കൂട്ടിക്കൊണ്ടുപോയി കഴുത്തിൽ പിടിച്ച് ഞെരുക്കിയിട്ട് ഇനി എന്റെ കൊച്ചിന്റെ മുമ്പിൽ വെച്ച് എന്നോട് ഓർഡർ ഇടാനായിട്ട് വരരുതെന്ന് പറഞ്ഞ് ഉപദ്രവിക്കാൻ തുടങ്ങി. ഇങ്ങനെ അവരുടെ ലൈഫ് വളരെ കഷ്ടത്തോടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇങ്ങനെ നാളുകൾ പോയിക്കൊണ്ടേയിരുന്നു. ഒരു ദിവസം ആ സൈക്കോയെ കാണുന്നില്ല. പിന്നീടാണ് അറിയുന്നത് അയാൾ ഒരു ആക്സിഡന്റിൽ മരിച്ചുപോയെന്ന്. ഇത്ര നാള് ഇയാൾ കാരണമാണ് അമ്മയുടെ ഫാമിലി അവർ കാണാതെ അന്വേഷിക്കാതെ മാറി നിന്നത്. ഇപ്പൊ അയാൾ ഇല്ലാതായപ്പോൾ ലിയയെ കണ്ട് എല്ലാം പറയാൻ വേണ്ടി വന്നതായിരുന്നു അമ്മ. ഹീറോ ഇതെല്ലാം കേട്ടിട്ട് വിഷമിക്കേണ്ട അമ്മ, ഞാൻ ലിയയോട് സംസാരിക്കാം, ട്രൈ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. നേരെ ഹീറോയും ഗ്രാമത്തിലേക്ക് അവന്റെ മുത്തശ്ശിയുടെ വീട്ടിലേക്കാണ് വരുന്നത്. അവിടെ അവന്
അവന് 2 ചെറിയ കസിൻസ് ഉണ്ട്. ഈ പിള്ളേർക്ക് വേണ്ടിയാണ് അവൻ USA പോയി കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് പണം ഉണ്ടാക്കുന്നത്. ഇപ്പൊ നൈറ്റ് ചുമ്മാ ഞാൻ ഫ്രണ്ട്സിന്റെ കൂടെ കറങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞ് മുത്തശ്ശിയോട് കള്ളം പറഞ്ഞിട്ട് ഫ്രണ്ട്സുമായിട്ട് ലിയെ കാണാനായിട്ട് അവൻ ഗ്രാമത്തിലേക്ക് വരുന്നുണ്ട്. ഇവൻ ആ ഏരിയയിൽ വന്ന് ഫ്രണ്ട്സുമായിട്ട് പരുങ്ങുന്നത് കണ്ട് നിറയെ പേര് ഇവനെ കണ്ട് സംശയിക്കുന്നുണ്ട്. അങ്ങനെ ഓരോരുത്തരായിട്ട് ഇവരെ വന്ന് വളഞ്ഞ് ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് തുടങ്ങുവാണ്. സത്യം പറ, നീ എന്തിനാ ഇവിടേക്ക് വന്നതെന്ന് ചോദിച്ചാല് ഹീറോയും കടയിൽ വന്നതാണെന്ന് പറയാൻ വരുമ്പോഴേക്കും ഈ ബഹളങ്ങളൊക്കെ കേട്ട് ലിയ അവിടേക്ക് ഓടി വരുന്നുണ്ട്. ഇവരെല്ലാരും കൂടി അവനെ തല്ലാനായിട്ട് ഓങ്ങാൻ നിന്നതും ലിയ വന്ന് അയ്യോ അടിക്കല്ലേ എന്ന് പറയും. നീ ചെറിയ കുട്ടിയാണ്, നിനക്കൊന്നും അറിയില്ല, മാറി നിൽക്കെന്ന് പറഞ്ഞ് അവനെ അടിക്കാനായിട്ട് പിന്നെയും കൈ പൊക്കിയതും ഹീറോയി പെട്ടെന്ന് വേറെ വഴിയില്ലാതെ ഇവൻ എന്റെ ഹസ്ബൻഡ് ആണെന്ന് പറഞ്ഞു കളയുവാണ്. കേട്ട എല്ലാവരും ഷോക്കാകുന്നുണ്ട്. എന്താ പറഞ്ഞത്? ഇവൻ നിന്റെ ഭർത്താവാണെന്നോ? ആ ഏരിയയിലെ എല്ലാ ജനങ്ങളും ഓരോന്നായിട്ട് കൂടാൻ തുടങ്ങി. ഇതെല്ലാം കേട്ട് നിന്ന ലിയയുടെ അച്ഛൻ വന്ന് രണ്ടുപേരെയും വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോകുവാണ്. ടെൻഷനായി രണ്ടുപേരെയും നോക്കി ചീത്ത പറയാൻ തുടങ്ങി. ഹീറോ അപ്പൊ പറയും, ലിയയുടെ അച്ഛൻ, നിങ്ങളുടെ മകളെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ആദ്യമൊക്കെ ക്യാഷിന് വേണ്ടിയാണ് കല്യാണം ചെയ്തത്. പക്ഷെ പോകെ പോകെ അവളുടെ കൂടെ നിൽക്കണമെന്ന് തോന്നുന്നു. അത്രയും അവളെ എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞതും നിന്നെ പറ്റി എനിക്ക് ഒന്നും അറിയില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ഈ കല്യാണത്തിന് സമ്മതിക്കില്ലെന്ന് പറഞ്ഞ് ഓടിച്ചു വിടുവാണ്. നെക്സ്റ്റ് ഡേ മുതൽ അച്ഛനെ സമ്മതിപ്പിക്കാൻ വേണ്ടി ഹീറോ എന്തൊക്കെയോ ചെയ്തു കൂട്ടുന്നുണ്ട്. പക്ഷെ അച്ഛൻ അവനെ ഒന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ല. ആ സമയത്ത് ഹീറോയ്ക്ക് കോൺട്രാക്ട് കൊടുത്തവർ കോൾ ചെയ്ത്, ഞങ്ങള് വെക്കേഷന് വേണ്ടി ഗ്രാമത്തിലേക്ക് വന്നിട്ടുണ്ട്, നീയും അവിടെ ഉണ്ടല്ലോ, നിനക്ക് അടി കിട്ടിയെന്നൊക്കെ ഞങ്ങൾ അറിഞ്ഞു. അടുത്തുള്ള വീട്ടിലുള്ളവരാ പറഞ്ഞത്, നമുക്ക് ഒന്ന് മീറ്റ് ചെയ്യാമോ എന്ന് പറഞ്ഞ് വിളിപ്പിക്കുന്നുണ്ട്. മീറ്റ് ചെയ്തതും, നീ ഞങ്ങൾക്ക് കൊടുത്ത കോൺട്രാക്ട് നീ നന്നായിട്ട് ചെയ്തു, അതുകൊണ്ട് നീ ഞങ്ങളുടെ കമ്പനിയിൽ തന്നെ ജോലി ചെയ്താൽ എന്താ? ഈ ഗ്രാമത്തിൽ തന്നെ നമുക്ക് വേറൊരു കമ്പനി ഉണ്ട്, അതിൽ നീ ജോയിൻ ചെയ്യുമെന്ന് പറഞ്ഞതും ഹീറോയും ജോയിൻ ചെയ്യുന്നുണ്ട്. അവർക്ക് ഒരു സുന്ദരിയായ മോളും കൂടെയുണ്ട്. അച്ഛനെ പറഞ്ഞ് സമ്മതിപ്പിക്കാൻ നടന്നവൻ ഇപ്പൊ കരിയറിൽ നോക്കി പോകാനായിട്ട് തുടങ്ങി. ലിയയും ഇത് കണ്ട്, നിനക്ക് ഞാൻ സെറ്റാകില്ലടാ എന്ന് പറഞ്ഞതും ഹീറോ, അങ്ങനെയല്ലേടി, നമുക്കെല്ലാം ശരിയാക്കാം, നീ ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറയും. അങ്ങനെ ഒരു ദിവസം വർക്കിന് പോയിട്ട് തിരികെ വരുമ്പോ ഗ്രാമത്തിലുള്ള ഒരു വീട്ടിൽ തീ പിടിക്കുന്നുണ്ട്. തീ പിടിച്ച് വീട്ടിലുള്ളവരെല്ലാം കഷ്ടപ്പെടുന്നത് കണ്ട് ഹീറോയാണ് വളരെ റിസ്ക് എടുത്ത് അവരെ രക്ഷിച്ച് പുറത്തേക്ക് കൊണ്ടുവരുന്നത്. ഹീറോയുടെ ഈ പ്രവൃത്തി കണ്ട് ലിയയുടെ അച്ഛന് അവനോട് എന്തോ ഒരു ഇഷ്ടം തോന്നുന്നുണ്ട്. സോ ഉടനെ തന്നെ അവനെ വിളിച്ചു വരുത്തി, നിന്റെ ഫാമിലിയെ കൂട്ടിക്കൊണ്ടുവാ, എന്നിട്ട് കല്യാണത്തിനെ കുറിച്ച് സംസാരിക്കാമെന്ന് പറയും. ഇവൻ അവന്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടും അവന്റെ അച്ഛനെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത് കേട്ട അച്ഛൻ ഉടനെ തന്നെ, എന്റെ മകൾക്ക് ഒരു ഫാമിലി വേണം, അതുകൊണ്ട് ഇങ്ങനെയുള്ളതൊന്നും നടക്കില്ലെന്ന് പറഞ്ഞ അച്ഛൻ പിന്നെയും പറഞ്ഞയക്കും. എന്നാലും ശോകത്തില് ഹീറോ വീട്ടിലേക്ക് തിരികെ പോകുന്നുണ്ട്. നമ്മുടെ ലിയയും ഇപ്പൊ ഒരു കമ്പനിയിലേക്ക് ജോലി കിട്ടി കയറുന്നുണ്ട്. അങ്ങനെ നല്ല പോലെ പോയിക്കൊണ്ടിരിക്കുമ്പോ ചേച്ചി അച്ഛനോട്, ഞാൻ അമ്മയെ കണ്ടു അച്ഛൻ എന്ന് പറയാണ്. ലിയയും മുന്നേ ഇത് അറിഞ്ഞെന്ന് കാണിക്കാതെ അമ്മയെ കണ്ടെന്നോ എന്ന് ആശ്ചര്യത്തോട് ചോദിക്കും. കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞതും അച്ഛൻ പറയാണ്, അവളുടെ കൂടെ ഇത്ര വർഷം ഞാൻ ജീവിച്ചതാണ്, എനിക്ക് അവളെ കുറിച്ച് നന്നായിട്ട് അറിയാം. അവള് മനഃപൂർവ്വം ഒരു തെറ്റ് ചെയ്ത് കാണില്ല. അവൾ ഈ അവസ്ഥയിൽ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വേണ്ടിയായിരിക്കും എന്ന് പറഞ്ഞ് അച്ഛൻ അമ്മയെ കുറിച്ച് പൊക്കി പറയുന്നുണ്ട്. ലീ ഇതൊക്കെ കേട്ടവള് തനിയെ മാറി വന്നിരുന്ന് അച്ഛൻ അമ്മയ്ക്ക് എന്തോരം വിശ്വാസമാണ് കൊടുക്കുന്നതെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോ ഹീറോ അവിടേക്ക് വരുന്നുണ്ട്. അവൻ അവളുടെ അമ്മയെ കുറിച്ച് എല്ലാം പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞതും ഹീറോയിന് സങ്കടം സഹിക്കാൻ വയ്യാതെ ടോമിയുടെ അമ്മയെ കോൾ ചെയ്ത് ചോദിക്കുവാണ്, അവളിപ്പോ നമ്മുടെ ഗ്രാമത്തിലുണ്ട് മോളെ, അവൾക്ക് നിങ്ങളെ എങ്ങനെ ഫേസ് ചെയ്യണമെന്ന് അറിയില്ല, അതുകൊണ്ടാണ് ഇവള് മാറി താമസിക്കുന്നത്, നിങ്ങളൊന്ന് പോയി കണ്ട് അവളോടൊന്ന് സംസാരിക്കെന്ന് പറഞ്ഞതും അമ്മയുള്ള പ്ലേസിന്റെ അഡ്രസ്സും കൊടുക്കുന്നുണ്ട്. ഇവരും അമ്മയെ പോയി കണ്ട് സംസാരിക്കുന്നുണ്ട്. സങ്കടങ്ങളും വിഷമങ്ങളൊക്കെ ഏറ്റു പറഞ്ഞ് അങ്ങനെ ഒരു വഴി ഇവരുടെ ഫാമിലിയും ഒന്നായി. നെക്സ്റ്റ് ഹീറോയുടെ മുത്തശ്ശിയെ കൂട്ടിക്കൊണ്ടുവന്ന് ലിയയുടെ അച്ഛനുമായിട്ട് സംസാരിച്ചിട്ട് അവരുടെ കല്യാണത്തിന് സമ്മതിപ്പിക്കുന്നുണ്ട്. അച്ഛനും നമ്മുടെ ഹീറോയുടെ നല്ല മനസ്സ് മനസ്സിലാക്കി ആ കല്യാണത്തിന് സമ്മതിക്കുന്നുണ്ട്. ഇത് USA നമ്മുടെ ടോമി അറിഞ്ഞ് ടെൻഷനായി കല്യാണം നിർത്തണമെന്ന് പറഞ്ഞിട്ട് ഉടനെ പെട്ടിയും കിടക്കയൊക്കെ എടുത്ത് ഗ്രാമത്തിലേക്ക് വരും. പക്ഷെ ലിയ ഇവിടെ സന്തോഷമായിരിക്കുന്നത് കണ്ട് അവനും വിട്ടുകൊടുക്കുന്നുണ്ട്. ടോമിയുടെ അമ്മ ഹീറോയുടെ കൂടെ തന്നെ അവരെ ജോലിക്ക് പറഞ്ഞയക്കും. അങ്ങനെ പറഞ്ഞയച്ചാലും ആദ്യമൊക്കെ ടോമിയും ഇവരും തമ്മിൽ നിറയെ വഴക്കുകൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ പോകെ പോകെ ഇവർ തമ്മിൽ സംസാരിച്ച് ഇടപഴകിയൊക്കെ ആ ഫൈറ്റും ഫ്രണ്ട്ഷിപ്പായിട്ട് മാറി. അങ്ങനെ ഇരിക്കുമ്പോ ഹീറോയുടെ ബോസിന്റെ മകൾ ഉണ്ടായിരുന്നല്ലോ, ആ കൊച്ചിന് ടോമിയോട് ഒരു ലവ്. ഇത് ടോമിക്ക് മനസ്സിലാകുന്നുണ്ട്. എന്നാലും ഇതൊന്നും വേണ്ട എന്നാണ് അവൻ വിചാരിക്കുന്നത്. ഇത് ഹീറോ അറിഞ്ഞ് അവനെ ജലസാക്കിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ കൊച്ചുമായിട്ട് ക്ലോസ് ആയിട്ട് ഇടപഴകുന്നുണ്ട്. ടോമിക്കാണെങ്കിൽ ഉള്ളിന്റെ ഉള്ളിൽ ഒരു ആഗ്രഹം ഉള്ളത് കൊണ്ട് നല്ലപോലെ ജലസാകുന്നുണ്ട്. ഒരു ഗേൾഫ്രണ്ട് പോയ പോലെ ഇനി ഇതും വിട്ടുകൊടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് അവൻ മനസ്സിൽ പറഞ്ഞുറപ്പിച്ചിട്ട് ലെറ്റർ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് രണ്ടും കൽപ്പിച്ച് ഒരു ലെറ്റർ കൊണ്ടുപോയി കൊടുക്കും. ഇവൾക്കും അവനെ ഇഷ്ടമാണല്ലോ. ഉടനെ തന്നെ അവളും ഓക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഇവർ രണ്ടുപേരും സെറ്റായി. നെക്സ്റ്റ് ഹീറോയിന്റെ മാരേജ് ഫിക്സ് ചെയ്യുന്നുണ്ട്. കല്യാണ ദിവസം ലിയ സുന്ദരിയായി വൈറ്റ് ഡ്രസ്സില് ഒരു കാറിൽ വന്നിറങ്ങി ചർച്ചിലേക്ക് വന്ന് മോതിരം മാറ്റിയിട്ട് അങ്ങനെ ഹീറോയിന്റെ ഒറിജിനൽ കല്യാണവും കഴിഞ്ഞു.
നെക്സ്റ്റ് ഹണിമൂണിന് രണ്ടുപേരെയും ഒരിടത്തേക്ക് പറഞ്ഞയച്ചിരിക്കുകയാണ്. ലിയ ഫ്രഷ് ആയിട്ട് ഇറങ്ങി വരുമ്പോ ഹീറോ ആണെങ്കിൽ ഷർട്ട്ലെസ് ആയിട്ട് കുക്ക് ചെയ്തുകൊണ്ട് നിൽക്കുമായിരിക്കും. ഇവൾക്കത് കണ്ടതും ഇവൻ ഇത്രയും ഹോട്ടായി തോന്നിയത് ഇപ്പോഴാണെന്ന് പറഞ്ഞ് എന്റെ വായ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, പക്ഷെ എന്റെ കണ്ണ് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് അവള് വളരെ എക്സൈറ്റഡ് ആയിട്ട് നിന്ന് നോക്കിയാല് ഹീറോ അടുത്ത് വന്ന് നിൽക്കുന്നുണ്ട്. എന്താ എന്ന് ചോദിക്കും. ഇവളും ചെറിയ നാണത്തോടെ ഇല്ല നമ്മുടെ കല്യാണം കഴിഞ്ഞതല്ലേ എന്ന് പറഞ്ഞിട്ട് കിസ് ചെയ്യാനായിട്ട് വരുന്നതോടു കൂടിയാണ് ഈ ഡ്രാമയും ഇവിടെ അവസാനിക്കുന്നത്. സോ ഗായ്സ്, ഈ ഡ്രാമ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇതൊരു 70-75 എപ്പിസോഡിൽ കൂടുതൽ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇത്ര ഷോർട്ട് ആയിട്ട് ചെയ്യുന്നത്. ഇതിന്റെ ഒറിജിനൽ കാണണമെന്ന് ആഗ്രഹമുള്ളവർക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ ഇതിന്റെ ഇംഗ്ലീഷ് ഡബും കിട്ടുന്നതായിരിക്കും. സോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാലേ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമന്റ് ചെയ്ത് പറയാനായിട്ട് മറക്കരുത്. ഇതേപോലെ ഒരു ക്യൂട്ട് റൊമാൻറ്റിക് ഡ്രാമ ആയിട്ട് നമുക്ക് വേഗം തന്നെ കണ്ടുമുട്ടാം. അതുവരയ്ക്കും എല്ലാവർക്കും ബൈ.